എൻ്റെ മകള് നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നല്ലേ. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്, അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. മുഖ്യമന്ത്രിക്കെതിരായി രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ കേസിനെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അരങ്ങേറുന്നത്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു പരാതി പരിഹാരത്തിന്റെ ഉള്ളടക്കം മറ്റു കേസുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നിരിക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തി SFIOയും SFIയുടെ വാലുപിടിച്ച് EDയും അവതരിക്കാൻ കാത്തിരിക്കുന്നു. രണ്ട് കമ്പനികൾ തമ്മിൽ സേവന നികുതിയും ഇൻകം ടാക്സും അടച്ചു നടന്ന ഇടപാടിനെ മാസപ്പടിയെന്നും അഴിമതിയെന്നും വിശദീകരിക്കാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ. CMRL മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയത് പിണറായി വിജയൻ സർക്കാരിൽ നിന്നും വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നതിനാണത്രേ. അങ്ങനെയെങ്കിൽ പണം വാങ്ങി വഴിവിട്ട് എന്തെങ്കിലും സേവനം മുഖ്യമന്ത്രി CMRL നൽകിയിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞത് വിജിലൻസ് കോടതികളും കേരള ഹൈക്കോടതിയും. അനധികൃത ഇടപാടിന്റെ ഒരു തെളിവും ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞത് കോൺഗ്രസ് നേതാവും നിയമസഭാ സാമാജികനുമായ മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ അനുവദിച്ച ആദ്യത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രി AK ആന്റണിയാണെന്നിരിക്കലും 197 കോടി രൂപയുടെ കണക്കുമായി വന്ന 195 കോടിയും മറന്ന പണം വാങ്ങിയ കോൺഗ്രസ് ലീഗ് നേതാക്കളെ കണ്ടില്ലെന്ന് പോലും നടിച്ച ദില്ലി ഹൈക്കോടതി ഉത്തരവിനെ മറികടന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയെന്ന വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിച്ചത് ആരാണ്, ആർക്കുവേണ്ടിയാണ്? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടക്കുന്ന നാടകങ്ങൾക്ക് വീണയിലൂടെ ലക്ഷ്യമിടുന്നത് പിണറായിയെയും അതിലൂടെ CPIMനെയും. ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIMൽ നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് നോബൽ മാത്യു BJPയിൽ നിന്നും, M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. അത് ഞാൻ നോബൽ മാത്യുവിലേക്ക് പോകുന്നു. ശ്രീ നോബൽ മാത്യു, CMRL SFI കേസിൽ അന്തിമമായി ഒരു വിധി വരുന്നതുവരെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റപത്രവും ഒരു കോടതികളിലും സമർപ്പിക്കരുത് എന്നൊരു നിർദ്ദേശം ദില്ലി ഹൈക്കോടതിയുടേതായി ഉണ്ടായിരുന്നു. 2/2/2025 ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിർദ്ദേശം നിലനിൽക്കെ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ട് തിടുക്കപ്പെട്ട ഈ നിലയിൽ ഈ കേസിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ഇങ്ങനെ ഒരു വാർത്താ തലക്കെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയാണ്? സ്വാഭാവികമായിട്ടും ഒരു കേസ് ഉണ്ടായാൽ ആ കേസിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കും. ആ ഫൈനൽ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 173(2) ഓഫ് ദ CRPC. ആ ഫൈനൽ റിപ്പോർട്ടാണ് പിന്നെ കോടതി കുറ്റപത്രമായിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ നടപടികളെടുക്കും. അപ്പോൾ ഇത് തിടുക്കത്തിൽ എടുത്തു എന്നൊന്നും പറയണ്ട. ഡൽഹിയിലെ കേസ് അത് വേറൊരു ലൈനിലാണ്. ഈ കേസ് ഇതിൻ്റെ അകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനകത്ത് അന്വേഷിച്ചു, കുറ്റപത്രം കൊടുത്തു, പ്രോസിക്യൂഷൻ നടപടി തുടങ്ങി. ഞാനൊന്ന് ഇടപെടുകയാണ്. നോക്കൂ, CMRL ഈ കേസുമായി ബന്ധപ്പെട്ട് ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുൻപ് വന്ന കാര്യങ്ങൾ അത് ഇതിനോടകം തന്നെ പരിഹരിക്കപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നുമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇപ്പോൾ SFI കേസിന് ആധാരം. വാസ്തവത്തിൽ അങ്ങനെ ഒരു കേസ് എടുക്കാൻ SFIക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം പോലെ അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് SFIക്ക് കഴിയില്ല എന്നുള്ളതാണല്ലോ CMRLന്റെ വാദം. ഒരു മിനിറ്റ്, ഞാൻ ചോദ്യം പൂർത്തിയാക്കട്ടെ. അതാണല്ലോ CMRL SFIO കേസ് എന്ന പേരിൽ ദില്ലി ഹൈക്കോടതിയിലുള്ളത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികളാണ് ഇപ്പോൾ ഈ വീണ Tക്കെതിരെയുള്ള കേസുകളിൽ വരെ വന്ന് നിൽക്കുന്നത്. അതായത് ഇതിന് മൂലകാരണമായ കേസിൽ ഒരു വിധി വരുന്നത് വരെ മറ്റു കേസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസുകളിലും അതൊരു ഓറൽ ഡയറക്ഷൻ ആയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിലും ഇടപെടലുകൾ കുറ്റപത്രം സമർപ്പിക്കരുത് എന്ന് റിപ്പോർട്ട് എന്നാണ് കോടതി ഉപയോഗിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. റിപ്പോർട്ട് സമർപ്പിക്കരുത് എന്ന് ദില്ലി ഹൈക്കോടതി പറഞ്ഞ കേസാണ്. അത് ഇവിടെയും ബാധകമാണ്. വീണ Tയുമായി ബന്ധപ്പെട്ട കേസിലും ബാധകമാണ്. അപ്പോൾ അങ്ങനെ ഒരു നടപടി, അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കെ കോടതിയെ മറികടക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ്. അല്ല, ആ കേസ് CMRLും KSIDC തമ്മിലുള്ള അവിടുത്തെ കേസ്, ആ കേസ് അവിടെ നിലനിൽക്കുമ്പോൾ അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ, അങ്ങനെയുള്ള ഒരു കേസിലെ ഡയറക്ഷൻ ഇവിടെ ബൈൻഡിങ് ആകണമെന്നുമില്ല. ഇവിടെ ഒരു ക്രിമിനൽ നടപടി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടന്നു. ആ അന്വേഷണം നടന്നു. അതിന് അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം. CMRLന്റെ 13% ഓഹരി അത് KSIDCക്ക് കൊടുത്തിരിക്കുന്നു.
അങ്ങനെ KSIDC അത് വാങ്ങിച്ചപ്പോൾ 180 കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അഴിമതി എന്ന് പറഞ്ഞാൽ ആ കാശ് നഷ്ടം സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നു. ആ സംസ്ഥാനത്തിന്റെ നഷ്ടം എവിടെ പോയി? ആർക്ക് വേണ്ടി അത് ചെലവഴിച്ചു? സംസ്ഥാനത്തിന്റെ നഷ്ടം ആർക്കെങ്കിലും നാട്ടിലെ ജനങ്ങൾക്കൊരു ഗുണം ഉണ്ടായിരുന്നാണെങ്കിൽ അത് സമ്മതിക്കാം. പക്ഷേ ഇവിടെ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം, അതിന്റെ ഗുണം ആർക്കുണ്ടായി? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് അതിന്റെ അനാവശ്യമായിട്ടുള്ള അതിൽ കൂടുതലുള്ള ലാഭം ഉണ്ടായതായിട്ട് ഇവിടെ കണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ കേസ് അന്വേഷിച്ചിരിക്കുന്നത്, അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ CM ഞാനൊന്ന് പറഞ്ഞേട്ടെ, ഞാൻ പറയട്ടെ, ഈ CMR പുതിയ ആരോപണമാണല്ലോ. അതെങ്ങനെ നഷ്ടമുണ്ടായി എന്നുള്ളതൊന്ന് വിശദീകരിക്കും. എങ്ങനെയാണ് ഈ കരാറിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ നഷ്ടം എത്രയാണ്? അതൊന്ന്. ഇനി രണ്ട്, താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു അഴിമതിയിലൂടെ ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, അങ്ങനെ ഒരു അഴിമതി അന്വേഷിക്കാൻ SFIക്ക് അധികാരമുണ്ടോ? അഴിമതിയല്ല അന്വേഷിച്ചിരിക്കുന്നത്. അഴിമതിയെ കുറിച്ച് അവിടെ നടന്നിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക ക്രമക്കേടുകളാണ് അന്വേഷിച്ചിരിക്കുന്നത്. ആ സാമ്പത്തിക ക്രമക്കേടുകളാണോ പിന്നീട് അഴിമതിയായിട്ട് വരുന്നത്. അഴിമതി എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അഴിമതി. ഇവിടെ വീണയ്ക്ക് വെറുതെ കുറെ കാശ് കിട്ടി. എന്തിനു വേണ്ടി കിട്ടി? അവർ ചെയ്ത സേവനത്തിനാണോ കിട്ടിയത്, അതോ അവർ ചെയ്ത ത്യാഗത്തിനാണോ കിട്ടിയത്? അപ്പോൾ ഇതിന്റെ പേരിൽ ഇന്നിപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞു അന്വേഷണം നടക്കട്ടെ, കോടതിയിൽ നേരിടാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നു ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ച. രാഷ്ട്രീയ പ്രേരിതം അന്വേഷണത്തിൽ എവിടെ രാഷ്ട്രീയ പ്രേരിതം? ആരെങ്കിലും ഇതിനകത്ത് ഇടപെട്ടോ? മറിച്ച് കോൺഗ്രസ്സുകാരാ പറയുന്നത് ഇതിന്റെ പേരിൽ ഈ അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ അവിടെ പോയി. ഇതിന്റെ പിന്നിലുള്ള ലോജിക്ക് ആ ചോദ്യം വളരെ ക്ലിയർ അല്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ വന്നൊരു വിഷയം അത് അവിടെ കഴിഞ്ഞതാണ്. അത് അങ്ങനെ ഒരു വൺ ടൈം സെറ്റിൽമെന്റിലൂടെ കഴിഞ്ഞ വിഷയത്തിലെ ഒരു പരാമർശത്തെ എടുത്ത് SFI ഒരു കേസ് ഉണ്ടാക്കുന്നു. അതിന് നിയമസാധുത ഉണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, താങ്കൾ ഇപ്പോഴാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ തരത്തിൽ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന ഇടപാടിൽ ആ കമ്പനിയുടെ ഡയറക്ടർമാർക്ക് പരാതി ഉണ്ടെങ്കിൽ SFIക്ക് അവിടെ ഇടപെടാം. പക്ഷേ ആ രണ്ട് കമ്പനിയുടെയും ഡയറക്ടർമാർക്ക് പരാതികൾ ഇല്ലാതിരിക്കെ SFI അവിടെ ഇടപെടുന്നു. ഇപ്പോൾ താങ്കൾ പറയുന്നു അതിൽ അഴിമതി കണ്ടെത്തിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അഴിമതി അന്വേഷിക്കാൻ SFIക്ക് അധികാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ മറ്റെന്തോ ഇടപാട് നടന്നു താങ്കൾ പറയുന്നു. അങ്ങനെ ഓരോന്നും ഇതാ വരുമ്പോൾ ഇതിലൊരു കൃത്യമായൊരു ലക്ഷ്യം, അത് വീണ ടി ആയിരുന്നു. ആ വീണ ടിയിലൂടെ പിണറായി വിജയൻ. പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ തരത്തിൽ ലിങ്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതല്ലേ ഇപ്പോൾ നടക്കുന്നത്? അതായത് ഇതെല്ലാം ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കോടതിയിലെ റിപ്പോർട്ടിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നേ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയിലെ റിപ്പോർട്ടിനെ ഹൈക്കോടതി ചലഞ്ച് ചെയ്യാമല്ലോ. അത് അവിടെ തീർന്ന കേസിൽ ഇവിടെ അന്വേഷിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ റിപ്പോർട്ടിനെതിരെ ചലഞ്ച് ചെയ്യാമല്ലോ. ആ റിപ്പോർട്ടിൽ ഈ പറയുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അനാവശ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മിസ്കാരിയേജ് ഓഫ് ജസ്റ്റിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹൈക്കോടതിയിൽ ചോദ്യം പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ ഉയരുന്ന ഒരു ആദ്യത്തെ ആരോപണമല്ല ഇത്. ഇതിനു മുൻപ് ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും ഇപ്പോൾ നോബൽ മാത്യു പറഞ്ഞ മാതൃകയിൽ തന്നെ നിയമപരമായി പോരാടുകയും അത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിലും അത് സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ലല്ലോ. ഇത് തെളിയിക്കാൻ എടുക്കുന്ന ഒരു കാലയളവുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി ഉണ്ടല്ലോ. ഒരു വർഷത്തിനപ്പുറം ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം, ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അതിന് നേതൃത്വം നൽകുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി, അയാളിലേക്കാണ് ഇവിടെ ലക്ഷ്യം പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോസസ് ഈസ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താകും എന്നുള്ളതല്ല, പക്ഷെ അതുവരെ ഉണ്ടാക്കുന്ന പുകമറയുണ്ടല്ലോ, അതാണോ ഈ കേസിൽ ഇപ്പോൾ നടക്കുന്ന നടപടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? അല്ല, ഞാൻ വരാം നോബൽ മാത്യു. ചോദ്യം ശ്രീ എം ജയചന്ദ്രനോടാണ്. ശ്രീ നോബൽ മാത്യു, ഞാൻ വരാം. ശരി, ആ ചോദ്യം ഞാൻ ചോദ്യം ശ്രീ എം ജയചന്ദ്രനോടാണ്. ശ്രീ എം ജയചന്ദ്രൻ, ആ ഫൈനൽ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അതിനകം നടക്കുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ആരുടെയും കിട്ടിയിട്ടില്ല. ശരി, ഓക്കെ. ശ്രീ എം ജയചന്ദ്രൻ, ആ റിപ്പോർട്ടിലേക്ക് വരുന്നത് വരെ ഇവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ കോലാഹലങ്ങളുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയെന്ന് ഇതിനോടകം തന്നെ അച്ചടി നിരത്തി കഴിഞ്ഞു മാധ്യമങ്ങൾ. അതാണോ ഈ കേസിലെ ഇപ്പോഴത്തെ നടപടികളിലെ ലക്ഷ്യം?
ശ്രീ എം ജയചന്ദ്രൻ, താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല, മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഹലോ, ഇപ്പോൾ പറയൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? അല്ല, ഇതേ നമ്മൾ ഈ കേസില് ഇതിന്റെ തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതിന് ഇതിന്റെ ഡേ ഫസ്റ്റ് മുതൽ എന്നാണ് അത് 2023 ജൂൺ 9 മലയാള മനോരമയിൽ ബാനർ ഹെഡിങ്ങിൽ വരുന്നു ഈ വിഷയം. അപ്പോഴാണല്ലോ ഇത് അവതരിപ്പിക്കപ്പെടുന്ന ഈ വിഷയം. അതിൽ തന്നെയാണ് മാസപ്പടി എന്നുള്ള ആ ഒരു പദപ്രയോഗം തന്നെ വരുന്നത് അവിടെ മുതലാണ്. അപ്പോൾ പിണറായി വിജയനെയും മകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ ഡേ ഫസ്റ്റ് മുതൽ വാർത്തകൾ ഇന്ന് വരെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഒരു സംഭവം ഇതിനകത്ത് നടക്കുന്നതേ ഇല്ല. പക്ഷേ എന്നാൽ സുപ്രധാനമായ കാര്യം 71 പേജുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, അന്നും മനോരമ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട അതേ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ അന്നും പറയുന്നുണ്ട്, ഇന്നും ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മാധ്യമ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത 16.34 കോടി രൂപ, പിന്നെ ടെമ്പിൾസിന് ദേവാലയങ്ങൾ കൊടുത്തിട്ടുള്ള 18.5 കോടി രൂപ, ഇതൊക്കെ അന്വേഷിക്കണ്ട. അത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് വേവലാതിയുമില്ല. പിന്നെ മറ്റൊന്ന്, ചുരുക്കപ്പട്ടികയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പേര് PV താനില്ല എന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തെളിയിക്കേണ്ട ബാധ്യത അന്വേഷണ ഏജൻസിക്കാണ്, അത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, OC-യും RC-യും KK-യും IK-യും ഒക്കെ ഉണ്ടല്ലോ. ഇതിന്റെയൊക്കെ പിന്നെ അവരുടെ വിശകലനങ്ങളും വിശദീകരണങ്ങളും പേരുകളും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പണം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിനകത്ത് ബാക്കിയുള്ളവരും ഉണ്ടല്ലോ. അതേപ്പറ്റിയും മാധ്യമങ്ങൾക്ക് വേവലാതിയില്ല. രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും വേവലാതിയില്ല. അവർക്ക് വേവലാതിയുള്ള ഒരേ ഒരു പ്രശ്നം, പിണറായി വിജയന് വേണ്ടിയാണ് ഇത് ചെയ്തു കൊടുത്തത്. അങ്ങനെയാണ് വീണ ഇതിൻ്റെ അകത്ത് വരുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതി മറ്റേ കോട്ടയം, മൂവാറ്റുപുഴ, തിരുവനന്തപുരം വിജിലൻസ് കോടതികൾ തള്ളിക്കളഞ്ഞത് നിൽക്കട്ടെ. അത് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വിജിലൻസ് കോടതികളാണ് എന്നൊക്കെയാണുള്ള വ്യാഖ്യാനിച്ച് വരുന്നത്. അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. അതിനുശേഷം മാത്യു കുഴൽനാടൻ ഈ വിധികൾക്ക് ശേഷം ഹൈക്കോടതി പോയല്ലോ. ഹൈക്കോടതി ഈ കേസിൽ അഴിമതി എന്ന് പറയുന്ന ഒരു സംഗതിയും തെളിയിക്കാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്നാണല്ലോ അസന്നിഗ്ധമായി വിധി പ്രസ്താവിച്ചത്. അപ്പൊ അഴിമതിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ കേസിൽ പിന്നെ എങ്ങനെയാണ് അഴിമതി പൊങ്ങി വരുന്നതെന്നേ? അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നവും ചർച്ചയിലില്ല. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്താ? സെപ്റ്റംബർ 2-ന് 2024 സെപ്റ്റംബർ 2-നാണ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ കോടതിയിൽ അന്ന് ഓറലി പറഞ്ഞത്. പിന്നെ ഇത്തരത്തിൽ താങ്കൾ അസല മുമ്പേ സൂചിപ്പിച്ചില്ലേ ആ കോടതിയിൽ പറഞ്ഞ കാര്യം, അതേ വിഷയം. അതങ്ങനെ ഒരു ഉത്തരവ് വാക്കാൽ രേഖാമൂലമല്ല വാക്കാൽ പറഞ്ഞു അത്തരം ഒരു പിന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇത് ഡൽഹി കോടതി വന്നപ്പോൾ എന്താണ് ചെയ്തത്? ജഡ്ജ് എന്താണ് ചെയ്തത്? ആ കേസ് പിന്നെ CM ആറിന്റെ ഹർജി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു. സ്റ്റേ ചെയ്യുന്നതിന് പകരം അതേ സുബ്രഹ്മണ്യം പ്രസാദിന്റെ കോടതിയിലേക്ക് അത് മാറ്റുകയാണല്ലോ ചെയ്തത് ഡൽഹി കോടതി, അല്ലേ? അതിന്റെ അർത്ഥം എന്താണ് നിയമപരമായ ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? പിന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വസന്ത് ഈ പാനലിൽ ഉണ്ടല്ലോ, നോബൽ മാത്യു അഡ്വക്കേറ്റ് ആണല്ലോ. എന്താണ് നിയമപരമായ വ്യാഖ്യാനം? എന്താണ്? എന്തുകൊണ്ടാണ് കോടതി സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് അത് മാറ്റണം ഇന്ന് പിന്നെ തീരുമാനിച്ച് അത് അങ്ങോട്ട് വിടുന്നത്? 22-ാം തീയതി കേസ് വീണ്ടും വരികയാണല്ലോ. അപ്പൊ ഇതിലെല്ലാം മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തെല്ലാം വ്യക്തമായ നിഗൂഢമായ താല്പര്യങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത്. ഈ താല്പര്യങ്ങൾ എങ്ങോട്ടാണ് കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രിയും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും മിനിഞ്ഞാന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും ഒക്കെ ആവർത്തിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം തന്നെയാണ്. ഇതിന്റെ സാങ്കേതികതയിലേക്കല്ല ഞാൻ പോകുന്നത്. സാങ്കേതികതകളിൽ എനിക്ക് താല്പര്യവുമില്ല. അത് വക്കീലന്മാർ തമ്മിൽ പറഞ്ഞ് തീരുമാനം എടുക്കട്ടെ. പക്ഷേ നമ്മുടെ മുമ്പോട്ട് വെച്ചിട്ടുള്ള SFIയുടെ അല്ല പിന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് 71 പേജുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് സംസാരിക്കൂ. ആ റിപ്പോർട്ടിന്റെ 70-ാമത്തെ പേജിൽ പറയുന്നു ഇത് മറ്റൊരിടത്തും പിന്നെ ചലഞ്ച് ചെയ്യാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കോടതിയിൽ പോകാൻ പാടില്ലാത്തതാണ്.
അങ്ങനെ പോയാൽ ഇൻവാലിഡ് ആവും എന്ന് ഇവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് CMRL-ന്. അത് വെച്ചുകൊണ്ടാണ് അവർ ഡൽഹി കോടതിയിൽ പോയിട്ടുള്ളത്. അത് 70-ാം പേജിലെ ആ ഉത്തരവ് നിലനിൽക്കെ SFIOയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ആ ചോദ്യം വാലിഡ് ആണ് എന്ന് കണ്ടുകൊണ്ടാണ് മിനിഞ്ഞാന്ന് ജഡ്ജ് അത് 21-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്യുന്നത്, സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യം ഇതിന്റെ അത് രാഷ്ട്രീയ പ്രേരിതമല്ലാതെ മറ്റൊന്നുമില്ല. അതെന്താണ് രാഷ്ട്രീയ പ്രേരിതം? അതാണ് അസിത് തന്നെ പറഞ്ഞത്. ഇത്തവണ ഈ വർഷം ഒടുവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്നു. അടുത്ത വർഷം ഏപ്രിൽ മെയ് ആകുമ്പോഴേക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നു. ഇതാണ് ഇതിന്റെ ലാക്ക്. അത് ലാക്കാക്കിയാണ് ഇപ്പോഴേ തട്ടിക്കൂട്ടി സംഗതികൾ കൊണ്ടുവരുന്നത്. ഗോവിന്ദമാഷ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഷോൺ ജോർജ് BJP-യിൽ ചേർന്ന അന്ന് തന്നെ SFIOയ്ക്ക് ടേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വിവരം വ്യക്തമായി അദ്ദേഹം വിവരിച്ചല്ലോ വാർത്താസമ്മേളനത്തിൽ. അതും നമ്മളുടെ മുമ്പിലുണ്ടല്ലോ. ഞാൻ അതിലേക്ക് പോകാത്തത് വാർത്താസമ്മേളനത്തിൽ വിവരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ സമയമെടുത്ത് സമയം കളയാതിരിക്കാൻ വേണ്ടി. അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ചുരുക്കത്തിലുള്ള കാര്യങ്ങൾ അസിത. അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമില്ലാത്ത ഒരു കാര്യവും ഈ കേസിൽ, ഈ CMRL-മായി ബന്ധപ്പെട്ട കേസിൽ നാളിതുവരെ സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നതും രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോ പ്രശ്നം ഇതാണ്, UDF നേതാക്കൾ, ഒരു പറ്റം നേതാക്കളാണ് ഇതിന്റെ അകത്ത് കിടക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങൾ കിടക്കുന്നുണ്ട്, ദേവാലയങ്ങളുടെ മാനേജ്മെന്റുകൾ കിടക്കുന്നുണ്ട്. അവരുമൊക്കെ കൂടെ സമാധാനം പറയാനായിട്ടുള്ള ഉത്തരവാദിത്വം ഈ വിമർശിക്കുന്നവർ, പിണറായി വിജയനെയും വീണയും മാത്രം വിമർശിക്കുന്നവർ 1.72 കോടി രൂപ എന്നുള്ള 2.72 കോടി രൂപയായി എന്നൊക്കെ വ്യാഖ്യാനിക്കണം. ആയിക്കോട്ടെ, ഒരു തർക്കവും ഇല്ല. പക്ഷെ ഇതുകൂടെ കാണണം, UDF നേതാക്കൾ, മാധ്യമ സ്ഥാപനങ്ങൾ, ദേവാലയങ്ങളുടെ അധികാരികൾ, ഇവരൊക്കെ ഈ പണം വാങ്ങിച്ചിട്ട് എത്ര വീതം വാങ്ങിച്ചു, ആരൊക്കെയാണ് വാങ്ങിച്ചത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, അത് എങ്ങനെയാണത് വാങ്ങിയത്. വീണ വാങ്ങിയത് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ്. പക്ഷെ ഇവരൊക്കെ എങ്ങനെയാണ് വാങ്ങിയത്? ചാക്കിൽ കെട്ടി കൊണ്ടുപോകുമായിരുന്നു, അതല്ല മറ്റേതിൻ്റെ ഒളിച്ചു കടത്തുകയായിരുന്നു, അതോ ഇനി അങ്ങനെയല്ല ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ്? അങ്ങനെ ആ കാര്യങ്ങളോട് വെളിവാകേണ്ടതുണ്ട്. വ്യക്തമായും ഇതൊരു കേസായ സ്ഥിതിക്ക് കോടതിയിൽ ഇതെല്ലാം വ്യക്തമായി വന്നേ മതിയാവൂ. അത് വരിക തന്നെ ചെയ്യും. ശരി, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഒരു വശത്തു നിന്ന് കുരുക്കിങ്ങനെ മുറുക്കുമ്പോഴും മറുവശത്തു നിന്ന് വളരെ അനായാസം ആ കുരുക്കിങ്ങനെ അഴിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കേസാണ്. തുടക്കം മുതൽ നമ്മൾ കാണുന്നത് ആ നിലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് ആരോപണം? നോബൽ മാത്യുവും പറയുന്നു, മുഖ്യമന്ത്രിയിൽ നിന്നും വഴിവിട്ട സഹായം ലഭിക്കുന്നതിന് വേണ്ടി വീണയുടെ അക്കൗണ്ടിലേക്ക്, വീണയുടെ കമ്പനിയിലേക്ക് CMRL പണം നൽകിയെന്ന്. അങ്ങനെയാണെങ്കിൽ CMRL-ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം പകരമായി കിട്ടേണ്ടതുണ്ടല്ലോ. വെറുതെ ഇപ്പോൾ 2 കോടി രൂപയൊന്നും നൽകാൻ CMRL വീണയെ സമീപിക്കേണ്ടതില്ല. അത് കൃത്യമായി മുഖ്യമന്ത്രി നൽകുന്ന സഹായത്തിനാണെങ്കിൽ എന്ത് സഹായം ലഭിച്ചു എന്നുള്ളത് കൂടി ഈ ആരോപണം ഉന്നയിക്കുന്നവർ പറയേണ്ടതില്ലേ വസന്ത? അത് പറയാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ മാത്യു കുഴൽനാടന്റെ ഹർജി അടക്കം ഹൈക്കോടതിയിൽ വിജിലൻസ് അന്വേഷണം വേണ്ടതില്ല എന്ന് കോടതി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ പറയുകയും ചെയ്യുന്നത്. വസന്ത, അല്ല, നിങ്ങൾ പറയുന്ന കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അർദ്ധസത്യങ്ങളാണ് ഉള്ളത്. അത് പറയുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പ്രശ്നം ഇതിൽ ഒളിച്ചിരിപ്പുണ്ടല്ലോ അസിത. ഈ അടുത്തിടയ്ക്ക് CPM-ന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നതായി ഞാൻ വായിച്ചത് 2 സ്ഥലത്താണ്. ഒന്ന്, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് സഹാബ് കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് ആ മകന് യാതൊരു പിന്തുണയും നൽകില്ല എന്നും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുകയും അതിനുശേഷം ഇനി ഒരു കാരണവശാലും അയാൾക്ക് CPM-മായി യാതൊരു ബന്ധവുമില്ലെന്ന് സ്വന്തം അപ്പനെ കൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിക്കെതിരെ പറയിപ്പിച്ച അവൈലബിൾ സെക്രട്ടേറിയറ്റ്. രണ്ടാമത്തെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് SFIO അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്നത്തെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ നടന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ്. വീണ വിജയന് സമ്പൂർണ്ണ പിന്തുണ, ഏത് SFI മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത വീണ വിജയന് സമ്പൂർണ്ണ പിന്തുണ. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിനെ ഒന്നടങ്കം എതിർക്കുമെന്ന് ഈ പറയുന്ന ബിനീഷ് പഴയ DYFI മെമ്പർഷിപ്പ് എങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല വസന്ത്, അതിലിപ്പോ ഒരു പൊളിറ്റിക്കൽ മറുപടി പറയേണ്ടത് അഡ്വക്കേറ്റ് അനിൽകുമാറാണ്. അദ്ദേഹം അല്പസമയത്തിനകം ചർച്ചയിലേക്ക് ചേരും. പക്ഷേ അല്ല വസന്ത്, പക്ഷെ നമ്മളിപ്പോൾ ഒരു വാദമൊക്കെ ഉന്നയിക്കുമ്പോൾ, പ്രത്യേകിച്ച് വസന്തിനെ പോലെ ഒരാൾ, അതിലൊരു ലോജിക്കൊക്കെ ഉണ്ടാകണമല്ലോ. ഇപ്പോൾ കോടിയേരിയുടെ മകനുമായി ബന്ധപ്പെട്ട കേസുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതാണോ ഇത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. 2, ആ കേസ് വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മകനെ കേസിൽ കൊടുക്കുന്നത് എന്നൊരു ആരോപണം എവിടെയെങ്കിലും വന്നിരുന്നോ വസന്ത്? അത് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പങ്കെടുത്ത് നോക്കിയാൽ മതി.
തന്നെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ചില ഗൂഢശക്തികൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ബിനീഷ് കോടിയേരി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ എളിയ സംശയം, ശ്രീ അസിത, നിങ്ങൾ എന്താ ബിനീഷ് കോടിയേരിയെ തവിട് കൊടുത്തു മേടിച്ചാണോ? വീണാ വിജയനെ സ്വർണം കൊടുത്തും ബിനീഷ് കോടിയേരി പാർട്ടി തവിട് കൊടുത്തും മേടിച്ചതാണോ? ഈ ഒരു ചിറ്റമ്മ നയം ബഹുമാനപ്പെട്ട കോടിയേരിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും അദ്ദേഹത്തിന്റെ മക്കളോടും കാണിക്കരുത് എന്നൊരു എളിയ അഭ്യർത്ഥന എനിക്കുണ്ട്. ഇനി അതിന്റെ രാഷ്ട്രീയ മറുപടി അദ്ദേഹം തന്നെ പറയട്ടെ, അത് CPM പ്രതിനിധി പറയട്ടെ. ഇനി നിങ്ങൾ പറഞ്ഞൊരു കാര്യം, മാത്യു കുഴൽനാടന്റെ ഹർജി എടുത്ത് പള്ളയിലേക്ക് കളഞ്ഞു കേരള ഹൈക്കോടതി. ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ഈ വിഷയം വന്ന സമയത്ത് ആ ബെഞ്ചിൽ ആ കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. കോടതി എന്താണ് പറഞ്ഞത്? വിജിലൻസ് അന്വേഷണം നിലവിൽ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വിജിലൻസിനേക്കാൾ കൂടുതൽ ഇന്റൻസിറ്റിയിൽ അന്വേഷിക്കുന്ന ഒരു ഏജൻസി, ആ ഏജൻസി അന്വേഷിക്കുന്ന സമയത്ത് ഇനി വിജിലൻസിന്റെ അന്വേഷണം ആവശ്യമില്ല. നോക്കൂ, കേരള ഹൈക്കോടതി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം പരിഗണിക്കില്ല. അല്ലെങ്കിൽ കോട്ടയം ജില്ലാ കോടതിക്ക് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം പരിഗണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിജിലൻസിനേക്കാൾ ഇന്റൻസീവായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ഏജൻസി അന്വേഷണം നടത്തുന്ന സ്ഥിതിക്ക് ആ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ടല്ലോ വസന്ത, മാത്യു കുഴൽനാടന്റെ ഹർജി മുഖ്യമന്ത്രിയിലൂടെ എന്തോ കാര്യസാധ്യത്തിനായി വീണയ്ക്ക് പണം നൽകി എന്നുള്ളതായിരുന്നു. അതായത് പ്രഥമ ദൃഷ്ട്യാ അഴിമതി എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ഹർജി, അല്ലേ? SFIയുടെ അന്വേഷണം അവർ തന്നെ കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അഴിമതി അന്വേഷണമല്ല, മറിച്ച് സാമ്പത്തിക തട്ടിപ്പ്, ഫ്രോഡ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് SFIയുടെ വാദം. അപ്പോൾ ആ രണ്ട് വാദങ്ങൾ തമ്മിൽ എങ്ങനെ നിലനിൽക്കും വസന്ത്? രണ്ടാമതൊരു കാര്യം കൂടി ഇപ്പോൾ വസന്ത് പറയുന്നു, ഹൈക്കോടതി ആ നിലയിലുള്ള ഒരു വിശാല സമീപനമാണ് സ്വീകരിച്ചത്. ഹൈക്കോടതി പ്രൊസീഡിങ്സ് മാധ്യമങ്ങൾ എന്ന നിലയിൽ ഞാനൊക്കെ മനസ്സിലാക്കിയതിനകത്ത് ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം, ഈ തരത്തിൽ വിജിലൻസ് അന്വേഷണം എന്ന ഹർജിക്കാരന്റെ വാദത്തെ സാധൂകരിക്കാനുള്ള ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. എങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മാത്യു കുഴൽനാടൻ അത് കഴിഞ്ഞില്ല വസന്ത്? ആ ഓർഡർ ഒന്ന് വായിക്കണേ. അതിൽ 2 ഹർജിക്കാരുണ്ടായിരുന്നത്, ഒരു ഹർജിക്കാരൻ മരണപ്പെട്ടു, രണ്ടാമത്തെ ഹർജിക്കാരൻ നിലനിൽക്കുന്നു. ആ ഹർജിക്കാരനോട് കോടതി പറയാണ്, ഇന്റൻസീവായ ഒരു ഓർഗനൈസേഷൻ അന്വേഷണം നടത്തുന്ന സ്ഥിതിക്ക് ഇനി വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമില്ല. ശരിയുമാണ്. ഇനി എന്താണ് SFIO? നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ കൂടി ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട നോബൽ മാത്യു പറഞ്ഞു പോയില്ല. SFIO 2013 കമ്പനീസ് ആക്ട് പ്രകാരം രൂപം കൊണ്ടൊരു ഓർഗനൈസേഷനാണ്. SFIOക്ക് എന്തുകൊണ്ടാണ് EDക്ക് അത് റെഫർ ചെയ്യുന്നത്? SFIOയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്, അതിന് ഏത് വിഷയത്തിലും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഏത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏത് ഓർഗനൈസേഷന്റെ ഏത് കാര്യത്തിലും അന്വേഷണം നടത്താം. അല്ലാതെ എങ്ങനെ അന്വേഷണം നടത്താം? ഇവിടെ ഇൻട്രീം സെറ്റിൽമെന്റിന്റെ ബോർഡിൽ പരിഹരിക്കപ്പെട്ട വിഷയത്തിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വസന്ത് സിറിയക്. ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് CMRL ദില്ലി ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തീർപ്പാക്കിയ ഒരു കേസിൽ SFIOക്ക് കേസ് എടുക്കാനുള്ള ഏത് വകുപ്പാണുള്ളത് വസന്ത്? പറയാം. അതാണ് പറയുന്നത്. SFIOയെ സംബന്ധിച്ച് അവർക്ക് അന്വേഷണം നടത്താൻ മാത്രമാണ് എന്തുള്ളത്, അധികാരമുള്ളത്. അതിനുശേഷം അത് കോടതിക്ക് സമർപ്പിക്കാം, EDയെ റെഫർ ചെയ്യാം, CBIയെ റെഫർ ചെയ്യാം, NIAയെ റെഫർ ചെയ്യാം. ഇതാണ് അവരുടെ ഫൈനൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഏത്? SFIOടെ. അപ്പൊ SFIO തീരുമാനിക്കുകയാണ് ഞങ്ങൾ കോടതി കൊടുക്കുന്ന EDക്ക് കൊടുക്കുകയാണ് എന്ന് തീരുമാനിച്ചാൽ അതിന് എതിർപ്പ് പറയാൻ പറ്റില്ല. ഇനി അങ്ങ് ചോദിച്ച കാര്യം, ഏത് ഈ പറയുന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 1961 ഇൻകം ടാക്സ് ആക്ട് AA പ്രകാരം രൂപം കൊണ്ട ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണത്. അതുകൊണ്ട് തന്നെ അതിനിപ്പോ വീണാ വിജയന്റെ കണ്ടെത്തലിൽ മാത്രമല്ല എല്ലാ വിധികളിലും എഴുതും, ദിസ് ഈസ് എ ഫൈനൽ ജഡ്ജ്മെന്റ്, ദിസ് ഈസ് എ ഫൈനൽ ഓർഡർ റിഗാർഡിംഗ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈനൽ ഓർഡറിന്മേൽ പിന്നീട് അപ്പീൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എന്താണ്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി അത് നിലനിൽക്കുമായിരുന്നെങ്കിൽ, അസിത പറയുന്ന ആ വാദം, പ്രിയപ്പെട്ട MJ പറഞ്ഞ വാദം നിലനിൽക്കുമായിരുന്നെങ്കിൽ SFIO അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്ന് എന്തിനാണ് കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ പോയത്? കർണാടക ഹൈക്കോടതിയിൽ പോയ വീണാ വിജയന്റെ അഡ്വക്കേറ്റ് ഇതേ വാദം തന്നെയാണ് പറഞ്ഞത്. അല്ല, കർണാടക ഹൈക്കോടതിയിലെ കേസ് മറ്റൊന്നായിരുന്നില്ലേ വസന്ത? ഇതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം അന്വേഷണങ്ങൾ, അതെല്ലാം കൂടി ഒരിടത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നല്ലോ. ആ അന്വേഷണങ്ങളിലെ വ്യക്തതയായിരുന്നു വീണാ ടിയുടെ ഹർജി. അവിടെയാണ് SFIO കോടതിയിൽ പറയുന്നത് എന്താണ്, അഴിമതി ആരോപണമല്ല ഞങ്ങൾ അന്വേഷിക്കുന്നത്, അഴിമതിയല്ല ഞങ്ങൾ അന്വേഷിക്കുന്നതെന്നും സാമ്പത്തിക തട്ടിപ്പ്, വഞ്ചന, ഫ്രോഡ് എന്ന വാക്കാണ് SFIO ഉപയോഗിച്ചത്, അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്നുമാണ്. അങ്ങനെയാണ് ആ കേസുമായി മുന്നോട്ട് പോകാൻ കർണാടക ഹൈക്കോടതി പറയുന്നത്, അല്ലേ? അപ്പോഴും സാങ്കേതികമായ ചോദ്യം അവിടെ നിലനിൽക്കുകയല്ലേ വസന്ത? അഴിമതി അന്വേഷിക്കാൻ ഇപ്പോൾ ഇതാ SFIO അങ്ങനെ അന്വേഷിച്ച് അഴിമതിയിലേക്ക് എത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ അഴിമതി അന്വേഷിക്കാൻ SFIOക്ക് കഴിയുമോ? നാളെ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒപ്പവും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെതിരെയും ഇതേ സമീപനം സ്വീകരിച്ചാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമോ?
ഇനി അതിന്റെ ഉത്തരം പറയാം നീ. അതായത് വീണ വിജയന്റെ അഡ്വക്കേറ്റ് വളരെ കൃത്യമായി, ഞാൻ ഇത് തുടക്കം തൊട്ട് MJ പോലെ തന്നെ തുടക്കം തൊട്ട് ഈ കേസിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളാണ്, ഫോളോ ചെയ്യുന്ന ആളാണ്. കർണാടക ഹൈക്കോടതിയിൽ അങ്ങിപ്പോ പറഞ്ഞ വാദങ്ങൾ അന്ന് തന്നെ വീണ വിജയന്റെ അഡ്വക്കേറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അതായത് ഇത് ഇന്റർനം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ്, ആ വിധിക്ക് മേൽ ഒരു അന്വേഷണം നടത്താൻ SFIOക്ക് സാധിക്കില്ല, SFIOക്ക് മാത്രമല്ല മറ്റൊരു ഏജൻസിക്കും സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കർണാടക ഹൈക്കോടതി നിങ്ങൾ മാത്യു കുഴൽനാടന്റെ ഹർജി എടുത്ത് പള്ളേ കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ വീണ വിജയന്റെ, വീണ തൈക്കണ്ടിയുടെ, വീണ റിയാസിന്റെ ഏത് ഹർജി എടുത്ത് പള്ളയിലേക്ക് കളഞ്ഞത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇപ്പോ MJ പറയാണ് ചില പള്ളികൾക്ക് സംഭാവന കൊടുത്തു, RCക്ക് സംഭാവന കൊടുത്തു, OCക്ക് സംഭാവന കൊടുത്തു, PVക്ക് കൊടുത്തു, KKക്ക് കൊടുത്തു, PV പിണറായി വിജയൻ അല്ലെന്ന് പറഞ്ഞു. ഇനി പാഴ്വസ്തു എന്നാണെന്നിരിക്കട്ടെ, പിണറായി വിജയൻ എന്നല്ല, പാഴ്വസ്തു എന്നാണെന്നിരിക്കട്ടെ. ഈ OC ആരാണ്? ഈ സംഭാവന കൈപ്പറ്റിയെന്ന് ഡയറിയിൽ എഴുതപ്പെടുന്ന സമയത്ത് OC കോൺഗ്രസ് പാർട്ടിയുടെ CLP ലീഡറാണ്. ഈ പറഞ്ഞ RC എന്ന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായും പാർട്ടിക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്നത് CLP ലീഡറും PCC പ്രസിഡന്റുമാണ്. എന്താ സംശയം? അപ്പൊ അത് കൈപ്പറ്റിയിട്ടുണ്ടാവും. ഇനി അതിന്മേൽ എന്തെങ്കിലും അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷണം നടത്തിക്കോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ. KK ആരാണ്? അല്ല, അത് അന്വേഷണം നടത്തട്ടെ വസന്ത. അങ്ങനെയുള്ള പണം അക്കൗണ്ടിലൂടെ കൈപ്പറ്റണമെന്നാണോ കയ്യിൽ നേരിട്ട് വാങ്ങണമെന്നുള്ളതാണോ നിയമം? അങ്ങനെ അക്കൗണ്ടിലൂടെ വല്ല പണവും കൈപ്പറ്റിയിട്ടുണ്ടോ? അന്വേഷിച്ചോ? നിങ്ങളുടെ വിജിലൻസ് എന്താ പണി? അല്ല, അതിൽ പരാതി ഇല്ലല്ലോ എന്നേ വസന്തേ. അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. ആ കാര്യങ്ങളിലൊന്നും ഈ പറയുന്ന SFIOക്കോ കേന്ദ്ര ഏജൻസികൾക്കോ BJPക്കോ പരാതി ഇല്ല വസന്ത. അതാണ് ഇവിടുത്തെ പ്രശ്നം. വസന്ത്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ആരാണ്? ഇവിടുത്തെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയാണോ? അല്ലല്ലോ, കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസികളല്ലേ. അവർക്ക് ഈ കാര്യത്തിൽ പരാതിയില്ല. അസിത, അങ്ങനെ കേന്ദ്ര ഏജൻസി വേണ്ടെന്നേ. നിങ്ങൾ എന്താ CPM എന്താ കോൺഗ്രസുമായി സെറ്റിൽഡ് ആണോ? അല്ല വസന്ത, കാടടച്ച് വെടിവെക്കല്ലേ വസന്ത. മറ്റുള്ള പേരുകൾ അത് സംസ്ഥാനത്തെ ഏജൻസികൾ അന്വേഷിക്കട്ടെ എന്നുള്ള ആ വാദം എങ്ങനെ ശരിയാകും വസന്ത? അങ്ങനെ അതിൽ നിന്ന് നോക്കൂ, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് പേരിൽ നിന്നും വീണ ടിയുടെ പേര് മാത്രം സൗകര്യപൂർവ്വം അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ പിന്നാലെ വരുന്നത് ഈ നിലയിലുള്ള കേന്ദ്ര ഏജൻസികളാണ്. ഇനിയിപ്പോൾ ഇതാ ED വരാൻ പോകുന്നുവെന്ന് പറയുന്നു. അപ്പോൾ അത് പ്രതിപക്ഷത്തെ ഏതൊരാൾക്കുമെതിരെ BJP കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ആയുധമാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ കേരളത്തിലെ അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ എന്നുള്ള വാദം എങ്ങനെ നിലനിൽക്കുന്നതാണ് വസന്ത. അതുകൊണ്ടാണ് ഇപ്പോൾ വസന്ത തന്നെ പറഞ്ഞു, ആ അന്വേഷണം ഇല്ലാത്തത് കൊണ്ടും വീണയ്ക്കെതിരെ മാത്രം അന്വേഷണം ഉള്ളത് കൊണ്ടും കൂടിയാണ് ഇത് പൊളിറ്റിക്കലി പ്രേരിതമാണ് എന്നുള്ള വാദം വരുന്നത്. അസിത എനിക്ക് ഒരു 2 മിനിറ്റ് ഇടപെടാതെ തരുവാണെങ്കിൽ ഇതിന്റെ എല്ലാം ഉത്തരം ഞാൻ പറയും. ഒന്ന്, അങ്ങ് പറഞ്ഞതുപോലെ സംസ്ഥാന ഏജൻസി അന്വേഷിച്ചാൽ മതി എന്ന നിലപാട് കോൺഗ്രസിന് ഇല്ലെന്നേ. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചോട്ടെ. നിങ്ങളുടെ ഒരു DYFIക്കാരനോട് ഒരു പരാതി എഴുതി അയക്കാൻ പറയൂ, അല്ലെങ്കിൽ കോടതിയിൽ ഒരു CMP ഫയൽ ചെയ്യാൻ പറയൂ. ഞങ്ങൾക്കെതിരെ അന്വേഷണം വരട്ടെ. PVM അന്വേഷിക്കണം. അത് പിണറായി വിജയനാണോ, ഏതാണ് പാഴ്വസ്തുവാണോ, ഇനി വേറെന്തെങ്കിലും ആണോ എന്നതും കൂടി കണ്ടുപിടിക്കണം. ആ പ്രശ്നമുള്ളൂ. 2, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ ഒരിടത്തും PVയോ KKയോ RCയോ പറ്റിയ പണം അഴിമതി പണമാണെന്ന് റെഫർ ചെയ്തിട്ടില്ല. എന്നാൽ വീണ ടി എന്ന വീണ തൈക്കണ്ടി, വീണ റിയാസ്, വീണ വിജയൻ, ആ വീണ വിജയന്റെ കമ്പനിക്ക് കൊടുത്തു, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തു എന്ന് പറയുന്ന പണത്തിന് ഇൻ റിട്ടേൺ എന്താണ് കിട്ടിയതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് ക്ലിയർ ആയി പറയുന്നുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഈ SFIOയുടെ മുമ്പിൽ വീണ വിജയൻ പോയിരുന്നില്ലേ? വീണ തൈക്കണ്ടി പോയിരുന്നില്ലേ? വീണ റിയാസ് പോയിരുന്നില്ലേ? ഈ പറയുന്ന നിങ്ങളുടെ ബാലൻ സഹാവ് പറഞ്ഞ ക്യാപ്സ്യൂളെങ്കിലും അവിടെ പോയി പറയണ്ടേ എന്ത് സേവനമാണ് കൊടുത്തതെന്ന്? എന്ത് സേവനമാണ് നിങ്ങൾ ഈ പറയുന്ന കമ്പനിക്ക് കൊടുത്തത്? നിങ്ങളുടെ എക്സാലോജിക് നിർത്തിപ്പോയ കമ്പനിയാണ് കേട്ടോ എക്സാലോജിക്. ആ കൊടുത്തത് എന്ന് പറയാൻ തയ്യാറായാൽ രാഷ്ട്രീയപരമായെങ്കിലും നിങ്ങൾ ഫ്രീ ആവില്ല. ശരി വസന്ത്, ഞാൻ മടങ്ങി വരാം. പക്ഷേ ഈ സേവനവുമായി ബന്ധപ്പെട്ട് SFIOക്ക് ഒരു ആക്ഷേപവും ഇല്ല എന്നുള്ളതാണ് കർണാടക ഹൈക്കോടതിയിൽ SFI നൽകിയ മറുപടി കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ, താങ്കൾ ഇപ്പോൾ വസന്ത് പറഞ്ഞ ഏതൊക്കെ ഭാഗം കേട്ടു എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷേ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ വരുന്ന പേരുകളിൽ അതിലിപ്പോൾ വീണ ടി എന്ന പേരിൽ മാത്രം അന്വേഷണം ചുരുങ്ങുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് എന്ന് പറയുമ്പോൾ വസന്ത് ചോദിക്കുന്നത്, കോൺഗ്രസ് പ്രതിനിധി ചോദിക്കുന്നത്, മറ്റുള്ളവർക്കെതിരെ, അവരുടെ നേതാക്കളുടെ അടക്കം ആളുകൾക്കെതിരെ എന്തുകൊണ്ട് സംസ്ഥാനത്ത് ഒരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ്. ആ വാദത്തെ അവർ അങ്ങനെ ഖണ്ഡിക്കുന്നു. ഒന്ന്. രണ്ടാമതായി നോക്കൂ, വീണ നൽകിയിട്ടുള്ള സേവനത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ ഇത് ഇവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. വീണ നൽകിയ സേവനം എന്നുള്ള പോയിന്റിൽ നിന്നും തുടങ്ങിയ ചർച്ച ഇന്നിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ EDയുടെ അടുത്ത് വരെ എത്തി നിൽക്കുമ്പോഴും വീണ്ടും കോൺഗ്രസ് ആ പന്ത് കൊണ്ടുവന്ന് തിരിച്ചു വെക്കുന്നത് എവിടെയാണ്? വീണ നൽകിയ സേവനം. SFIക്ക് പോലും ആക്ഷേപമില്ല നിലവിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനിൽകുമാർ. അല്ല, കഴിഞ്ഞ 3-4 ദിവസക്കാലമായി പ്രത്യേകിച്ച് CPMന്റെ പാർട്ടി കോൺഗ്രസിനിടയിൽ ഒരു വാർത്ത സൃഷ്ടിക്കാൻ നാടകം കളിക്കുകയാണ് SFIO ചെയ്തതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് വീണ 11ാം പ്രതി,
വീണയ്ക്കെതിരെ കുറ്റപത്രം ഫയൽ ചെയ്തു. ഇതായിരുന്നു വാർത്ത. എന്താണ് സത്യം? ഒന്ന്, SFIO കുറ്റപത്രം കൊടുത്തിട്ടില്ല. SFIOക്ക് കുറ്റപത്രം കൊടുക്കാൻ അധികാരമില്ല. SFIO വാദിയായി ഒരു സ്വകാര്യ അന്യായം പോലെ ഒരു ഹർജി ഇപ്പോൾ SFIO കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക എന്ന നടപടിക്രമം പോലും ആയിട്ടില്ല. അപ്പോൾ വീണ ടി 11ാം പ്രതിയാണ്. വീണ പ്രതി എന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ കൊടുത്തത്, വീണയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയെന്ന മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് പച്ചക്കള്ളമായിരുന്നു. അതിന്റെ പേര് പ്രൊപ്പഗൻഡ എന്നാണ്. CPMനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ ഇവിടെ നടക്കുന്ന കള്ളപ്രചരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമാണത്. ഈ കള്ളപ്രചരണം നടത്താൻ വേണ്ടി മാത്രമാണ് ഈ കേസിന്റെ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് വാദം. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അടുത്ത ഘടകം ED അന്വേഷിക്കാൻ പോകുന്നു. അതിന് മുമ്പൊരു കഥ മാധ്യമങ്ങൾ കേൾക്കുന്നുണ്ട്. വീണയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാ പുറപ്പെടുന്നു. മാധ്യമങ്ങളിലെ വാർത്ത. ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കളുടെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് പരിഹരിച്ച ശേഷം വീണ്ടും താങ്കളിലേക്ക് വരാം. ശ്രീ M ജയചന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ വസന്ത് ഉയർത്തി, ഞാൻ അനിൽകുമാറിനോട് ചോദിക്കാൻ ശ്രമിച്ച ചോദ്യങ്ങൾ അത് പൂർണ്ണമായും അദ്ദേഹത്തിൽ നിന്ന് മറുപടി കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങിലേക്ക് വെക്കുകയാണ് ആ ചോദ്യം. എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലെ വാദം സംബന്ധിച്ചിട്ടുള്ള വസന്തിന്റെ ആ നിലയിലുള്ള ചില അഭിപ്രായങ്ങൾ. 2, മാത്യു കുഴൽനാടന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി കോടതി പറയുന്നത് വിജിലൻസ് അന്വേഷണത്തെ പ്രൂവ് ചെയ്യാനുള്ള ഒരു തെളിവും ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വസന്ത് എത്ര മനോഹരമായി പറയുന്നു, അതിലും മുകളിലുള്ള അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നത് കൊണ്ട് ഇത് തൽക്കാലം വേണ്ട എന്നതായിരുന്നു കോടതിയുടെ വാദമെന്ന്. അത് ശരിയാണോ? അല്ല, അത് വസന്ത് ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അസിത, മാത്യു കുഴൽനാടന്റെ ഒന്നാം തരം ഡബിൾ ഫേസ്ഡ് പൊളിറ്റിക്കൽ ഗെയിമാണ് എന്ന് നിസ്സംശയം പറയാം. എങ്ങനെ? മറ്റൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന കേസായതുകൊണ്ട് ഈ കേസിന് പ്രസക്തിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് എന്നാണ് സ്വയം മാത്യു കുഴൽനാടൻ വിശേഷിപ്പിക്കുന്നത്. അത്തരം ഒരു അഡ്വക്കേറ്റ് അങ്ങനെ മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്ന കേസ് ഹൈക്കോടതിയിൽ എടുക്കില്ല എന്ന് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ ആകണമല്ലോ ഹൈക്കോടതിയിൽ പരാതി സമർപ്പിക്കുന്നത്, അല്ലേ? വസന്ത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഡബിൾ ഫേസ്ഡ് പൊളിറ്റിക്കൽ ഗെയിം എന്ന് പറയുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? വെറുതെ മാധ്യമ ശ്രദ്ധ നേടുന്നതിനും മാധ്യമങ്ങളുടെ ഒന്നാം പേജ് തലക്കെട്ടിനും ടെലിവിഷൻ ചാനലുകളിൽ ചർച്ച നടത്തുന്നതിനും തനിക്ക് സ്വയം ഖ്യാതി ഉണ്ടാക്കുന്നതിനും അതിനുവേണ്ടി മാത്രമാണല്ലോ ആ പണി ചെയ്യുന്നത്. അത് പറയാതെ പറയുകയാണ് വസന്ത്. ഈ ഒരുതരം ഒരു സെൽഫ് കൺഫെഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നേ കരുതാൻ കഴിയും. അതിന് മറ്റൊരു അർത്ഥവും അതിലില്ല. അസിത, പിന്നെ സുപ്രീം കോടതിയിൽ വാദിക്കുന്ന കുഴൽനാടൻ വക്കീലിന് അറിയില്ല അത്രേ, താൻ ഇതും കൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയാൽ ഈ കേസ് അവിടെ നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പറയും എന്നറിയാതെ അദ്ദേഹം പോയത് എന്നാണ് വസന്ത് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേ ഉള്ളതിന് മറുപടി. അതാണ് ആ കാര്യത്തിൽ അത് മാത്രമേ പറയേണ്ടതുള്ളൂ. പിന്നെ കർണാടക ഹൈക്കോടതിയിൽ അരവിന്ദ് ദത്താറാണ്, പ്രഗത്ഭന അഭിഭാഷകനാണ്, വീണയ്ക്ക് വേണ്ടി വാദിച്ചത്. എന്തായിരുന്നു വാദം? അത് അസിത പറഞ്ഞത് തന്നെയാണ്. അതിന്റെ വസ്തുതാപരമായ വിശദാംശം അത് തന്നെയാണ്. ഇത് അദ്ദേഹം പ്രധാനമായി വാദിച്ചത് അന്ന് മുഴുവൻ വാർത്താ തലക്കെട്ടുകളും മാധ്യമ ഈ ചാനൽ ചർച്ചകളും എന്തായിരുന്നു? ഇതാ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു വീണയെ, നാളെ അല്ലെ മറ്റന്നാൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം പിന്നെ ഒരു പരിശോധനയും ഇല്ല, ഒരു ചോദ്യം ചെയ്യൽ പോലും ഇല്ലാതെ നേരെ പിടിച്ചങ്ങ് അറസ്റ്റ് ചെയ്യാൻ പാകത്തിൽ അങ്ങ് കിടക്കുകയാണ് ഇവിടെ പ്രതികളെല്ലാം. അപ്പൊ അതൊന്ന് ബോധ്യപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ അത്തരം ഒരു ഹർജിയുമായിട്ട് കോടതിയിലേക്ക് പോകേണ്ടി വന്നത്. അതാണ് കോടതി പരിശോധിച്ചപ്പോഴാണ് പറയുന്നത് അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് അന്വേഷണ ഏജൻസിയോടാണ് ബംഗളൂരു ഹൈക്കോടതി പറയുന്നത്. അല്ലേ വസന്തേ? അതിപ്പോഴും കിട്ടുമല്ലോ, ആ ഫാക്ട്സ് മുഴുവനും പിന്നെ പബ്ലിക് ഡൊമൈനിൽ അത് കിടപ്പുണ്ടല്ലോ, ആ അന്നത്തെ വാദങ്ങൾ മുഴുവൻ കിടക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോ ഇവര് പറയണേ, ഈ അന്വേഷണ ഏജൻസി, ദേശീയ അന്വേഷണ ഏജൻസി പറയാണ്, ഇല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഞങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശമില്ല, അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല. ശരി, പിന്നെന്താണ് നിങ്ങളുടെ പരിപാടി? ഇല്ല, ഞങ്ങൾക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഇത് പിന്നെ കേസ് നിലനിൽക്കും, ഞങ്ങൾ അന്വേഷിക്കുന്ന അഴിമതി കേസല്ല, ഞങ്ങൾ അന്വേഷിക്കുന്നത് ഒരു സീരിയസ് ഫ്രോഡാണ്, അതിന് ഇൻവെസ്റ്റിഗേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ,
അതുമായിട്ട് മുമ്പോട്ട് പോയിക്കോളൂ. അതല്ലാതെ ചാടിക്കറി അറസ്റ്റ് ചെയ്യാനൊന്നും പുറപ്പെട്ടാൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ടെന്ന്. അതാണല്ലോ ബംഗളൂരുവിൽ സംഭവിച്ചത്. ഇതൊക്കെ മറച്ചു പിടിച്ചിട്ട് അവിടുന്ന് എന്തോ പിന്നെ വീണ ഹൈക്കോടതിയിൽ നിന്ന് ഓട് പൊളിച്ച് പുറത്ത് കിടന്ന് ഓടിപ്പോകുന്ന തരത്തിലൊന്നും വർത്തമാനം പറയാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും വസന്തനെ പോലെ പ്രതീക്ഷയുള്ള ഒരു ഡിബേറ്റർ ഇരിക്കുന്ന ഒരു ചർച്ചയിൽ അങ്ങനെ വസ്തുത അങ്ങനെ അല്ലാത്തതുകൊണ്ട് അത് പറയാനും പാടില്ലാത്തതല്ലേ. പക്ഷെ അത് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് പൊളിറ്റിക്കൽ ഗെയിം എന്ന് പറയുന്നത്. പിന്നെ വസന്തനെ ഉന്നയിക്കുന്ന അടുത്ത പ്രശ്നം എന്താണ്? ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഈ ഫൈൻഡിങ്സിൽ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്സിൽ കാണുന്ന പിന്നെ അവർ പറയുന്ന നിഗമനങ്ങൾക്ക് നിങ്ങൾക്ക് ഡിവൈഎഫ്ഐക്ക് ഒരു പരാതി കൊടുത്തുകൂടെ? എന്തൊരു തരം വിചിത്രവാദമാണ് വസന്തേ ഇങ്ങനൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ, താങ്കളുടെ രാഷ്ട്രീയക്കാരൻ കൂടെയാണല്ലോ അഭിഭാഷകൻ എന്നതിനപ്പുറം എങ്ങനെ ഉന്നയിക്കാൻ പറ്റും? ഇത് ദേശീയ ശ്രദ്ധ അല്ലെങ്കിൽ ദേശീയമായ കുപ്രസിദ്ധി നേടിയ ഒരു കേസാണ് പല നിലയ്ക്കും. ആ കേസിൽ പിന്നെ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന് മാത്രം, അയാൾക്കും കുടുംബത്തിനും മാത്രം ബാധകമാണ് എല്ലാവിധ ചലന നിയമങ്ങളും. ഈ കേസുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ മുഴുവനും പിണറായി വിജയന്റെ മകൾക്ക് മാത്രം ബാധകമായിരിക്കും. ബാക്കിയുള്ള ഒരാൾക്കും അത് ബാധകമല്ല എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങളും കോൺഗ്രസും BJPയും തമ്മിലുള്ള പിന്നെ ആന്തരികമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറയൂ. എനിക്കങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അത്. കാരണം പിണറായി വിജയന്റെയും മകളുടെയും പുറകെയാണ് ദേശീയ അന്വേഷണ ഏജൻസികളെല്ലാം ഈ കേസിൽ. അതേസമയം അതിൽ വ്യക്തമായി പ്രതിപാദിക്കുന്ന രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ കുഞ്ഞാലിക്കുട്ടിയോ ഇബ്രാഹിം കുഞ്ഞോ ഒന്നും അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുന്ന പോലുമില്ല. എന്നിട്ട് അവർക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നില്ല എന്ന് ചർച്ചയിൽ നിന്ന് വസന്ത് ചോദിക്കുകയാണ്. ഇതിനല്ലേ സജീവമായ അന്തർധാര എന്ന് നമ്മൾ ആരോപിക്കേണ്ടത്? ഞാൻ അങ്ങനെ ആരോപിക്കുന്നില്ലെങ്കിലും ഞാൻ പറയുകയാണ്, അങ്ങനെ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതാണ്: ബന്ധം കോൺഗ്രസും BJPയും തമ്മിലല്ലേ ഉണ്ടാവുന്നത്? ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലേ ഉണ്ടാകുന്നത്? അത് പാടില്ല, അത് പൊളിക്കേണ്ടതുണ്ട്. അത്തരം ഒരു നെക്സസും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അന്വേഷിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ കോംപ്രഹെൻസീവ് അന്വേഷണം നടത്തണം. അതല്ലാതെ അതിന്റെ സെഗ്മെന്റ്സ് മാത്രം എടുത്തുകൊണ്ട് ഇപ്പൊ വീണ എന്നുള്ള സെഗ്മെന്റ് മാത്രമായിട്ട് അങ്ങ് ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് അത് മാത്രം അന്വേഷിച്ച് അങ്ങ് നടപടി എടുത്തു കളയാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ രാജ്യത്ത് കോടതി തന്നെയാണ് പരമാധികാരത്തിലുള്ളത്. കോടതി സമ്മതിക്കില്ലല്ലോ. മിനിഞ്ഞാന്ന് സുപ്രീം കോടതിയുടെ ഗവർണർമാരുടെ ഇടപെടലിൽ കണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-ന് ഭരണഘടനാ വിരുദ്ധവും രാജ്യതാൽപര്യത്തിന് വിരുദ്ധവുമായ സംഗതിയാണ് പിന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ വിശ്വാസമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വീണ അതുമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നത്. അത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതാണ്, കോടതി തീരുമാനിക്കട്ടെ, കോടതിയിലാണല്ലോ ഇത്തരം കാര്യങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണത് പറയേണ്ടി വരുന്നത്? ഇത്തരം നെക്സസ് ഉണ്ട് എന്ന് വ്യക്തമായി പല ഘട്ടങ്ങളിലായി രാഷ്ട്രീയമായി സൂചിപ്പിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് അതാണല്ലോ, പിണറായി വിജയനും മകൾക്കും, പിണറായി വിജയൻ ഇന്ന് പോലുമല്ല, പിണറായി വിജയന് വേണ്ടിയിട്ടാണത്രേ വീണയ്ക്ക് എല്ലാ മാസം 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ 9 വർഷത്തിലേറെയായി സംസ്ഥാന മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ഈ രാഷ്ട്രീയ നേതാവിന് 5 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഒരു മതിപ്പ് വിലയേ ഉള്ളോ എന്നുള്ള ചോദ്യം ഉയരുന്നു അവിടെയാണ്. അതാണ് CPM ജനറൽ സെക്രട്ടറി ചോദിച്ചത്. ഈ പിണറായി വിജയൻ 5 ലക്ഷം രൂപയുടെ മതിപ്പ് വിലയുള്ള ഇടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വളരെ ബാലിശമായ ചപലമായ വാദങ്ങൾ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്? അതാണ് വെറും രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ കൗടില്യങ്ങൾ. അത്തരം രാഷ്ട്രീയ കൗടില്യങ്ങൾ നിറച്ചു വെച്ചൊരു കേസായി നിങ്ങൾ ഇതിനെ മാറ്റി തീർക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ ചോദിക്കുകയാണ് ഡിവൈഎഫ്ഐക്കാർക്ക് ഒരു പരാതി അയച്ചുകൂടെ എന്നുള്ളത്. അതൊന്നും നമ്മുടെ ഇത്തരം കേസുകൾ ചർച്ച ചെയ്യുന്ന ഒരു ചർച്ചാ വേദിയിൽ അതൊന്നും ശരിയായ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഡിബേറ്റിംഗ് പോലും അല്ല എന്ന് ഞാൻ പറയുമോ. ശരി ഞാൻ മടങ്ങി വരാം. നോബിൾ മാത്യു, ഇവിടെ ഇപ്പോൾ വസന്ത് ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതിലിപ്പോൾ കുറച്ചധികം ആളുകളുടെ പേര് ആ ഡയറിയിൽ ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ മറ്റാർക്കുമെതിരെ ഒരു അന്വേഷണവും ഒരു ഇടപെടലും ഒരു കേസും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, ഇവിടുത്തെ നേതാക്കൾ തന്നെ, ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു പണം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത് പാർട്ടി ഫണ്ടിലേക്കാണ് വാങ്ങി എന്നുള്ളത് പറയുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞ ഈ പ്രതികരണം കേട്ട് SFIO അത് പാർട്ടി ഫണ്ടാണെന്നങ്ങ് വിധി എഴുതി ആ വിഷയത്തിലേക്ക് തിരിയാതിരിക്കുകയായിരുന്നോ നോബിൾ മാത്യു? അങ്ങനെ ഒരു തരത്തിൽ അഴിമതി ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അനധികൃതമായ ഇടപാടുണ്ട് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരോടും ഒരേ സമീപനം ഉണ്ടാകേണ്ടേ?
ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് എനിക്കൊരു 2 മിനിറ്റ് തരണം. ഒന്ന്, ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയാണ്. കോൺഗ്രസ്സുകാർ പറയും CPMഉം BJPയും തമ്മിൽ ധാരണയാണ്. BJPക്ക് ഈ 2 കക്ഷികളോടും ഒരു ധാരണയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രക്തത്തിന് വേണ്ടിയല്ല BJP ദാഹിക്കുന്നത്. ഇവിടെ നടന്ന അഴിമതി, കേരളത്തിൽ നടന്ന അഴിമതി, ആ അഴിമതിയുടെ തുടക്കം മുതൽ ജനങ്ങൾക്ക് മനസ്സിലാകണം. ആ അഴിമതി അവസാനിക്കുന്നിടം വരെ അതിനുള്ള പോരാട്ടം തുടങ്ങണം. അഴിമതിയുടെ തുടക്കം എന്താ? ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ കരിമണൽ കർത്തായിക്ക് ഇതിനുള്ള അനുമതി കൊടുത്തത്. അന്ന് ജോൺ മത്തായി ആയിരുന്നു ഇതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് വകുപ്പിന്. അതിനുശേഷം ബഹുമാനപ്പെട്ട ബാലകൃഷ്ണപിള്ളയുടെ മകൻ T. ബാലകൃഷ്ണൻ വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കാലത്ത് ഇതായിട്ട് സെക്രട്ടറി ആയിട്ട് തുടർന്നു. അവിടെ നടന്നിരുന്ന നമ്മുടെ സംസ്ഥാനം, ഈ സംസ്ഥാനത്തിന് കോടിക്കണക്കിന് മുതലാണ് കൊള്ളയടിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. ആ അന്വേഷണങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തു വരണം. ഇവിടെ PV മാത്രമല്ല RC ഉണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണം. ഇപ്പോൾ ഇവർ പാർട്ടി ഫണ്ടിലേക്കാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ അതും അന്വേഷിക്കാൻ ഇപ്പോൾ ഉണ്ടല്ലോ, വകുപ്പുണ്ടല്ലോ. പാർട്ടി ഫണ്ടിലേക്ക് നിയമാനുസൃതം മേടിക്കുന്നു, അല്ലാതെ മേടിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പുറത്തു വരട്ടെ. ആ അന്വേഷണം ഇപ്പോൾ പാർട്ടി ഫണ്ട് ഞാൻ പറയാം ഇപ്പോൾ പാർട്ടി അല്ല ഞാൻ പറയട്ടെ, പാർട്ടി ഫണ്ടിലേക്ക് അത് കോൺഗ്രസ്സുകാർ പറഞ്ഞ പാർട്ടി ഫണ്ടിലേക്കാണെങ്കിൽ അത് അവർ കൊടുക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കണക്കിലുണ്ടോ? ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം വരണം എന്നല്ലാണ്ട് അതോ അത് മാറിപ്പോയോ? അവിടെ ചെന്നോ വീണാറ്റിയിലേക്ക് എത്തിയെന്ന് പറയുന്നു. വീണയെ പ്രതിയാക്കി SFIO കുറ്റപത്രം ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആരോടെങ്കിലും ഇപ്പോൾ ഇതിനോടകം തന്നെ വീണയോട് കാര്യങ്ങളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനോട് ഈ പണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അതിന് എന്നാണ് ഉണ്ടാവുക? എന്താണ് അതിൽ മാത്രം കാലതാമസം? അല്ല, അത് ചോദിക്കേണ്ട അവസരം ഒരു കേസിൽ അന്വേഷണം വരുമ്പോൾ ചാടിക്കേറി അങ്ങോട്ട് അന്വേഷിക്കുകയല്ല, അത് ചോദിക്കേണ്ട അവസരം വരും. ആ അവസരം വരുമ്പോഴത്തേനും അവിടെ ചോദ്യം ഉണ്ടാവും, അവിടെ അതൊക്കെ ഉണ്ടാവും. അത് അന്വേഷിക്കേണ്ട വേറെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്ത തുകയുടെ കണക്കുമൊക്കെ വരണം, അപ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം ഉണ്ടാകും. ഈ രാജ്യത്ത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ബഹുമാനപ്പെട്ട അനിൽകുമാർ പറഞ്ഞു അവിടെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുള്ളേ ഉള്ളൂ, അത് കൊഗ്നീസബിൾ ഒഫൻസ് അല്ല എന്നൊക്കെ രീതിയിലാണ്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. അല്ല, SFI ആണോ വിജിലൻസ് ആണോ ആരാണ് അഴിമതി എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പൊ ഫ്രോഡ് അഴിമതിയിൽ പെരുവോ? SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അത് അഴിമതിയിൽ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അല്ല, അതൊക്കെ താങ്കൾ പറയുന്ന അഴിമതി കണ്ടുപിടിച്ചത് SFIO ആണോ? അല്ല, ഈ അഴിമതിയെക്കുറിച്ച് ഇപ്പം ഓരോന്നോരോന്ന് പുറത്തു വരുവോ? അണർത്ത് ചെയ്യണം. ഇത് കടലിൻ്റെ അടിയിൽ ചെന്നിട്ട് ആഴത്തിലേക്ക് ഇറങ്ങുകയും അടിയോടെ തപ്പുകയും ചെയ്യണം. അതാണ് അന്വേഷണ ഏജൻസി ചെയ്യേണ്ടത്. ഇവിടെ അന്വേഷണ ഏജൻസി ആഴത്തിലേക്ക് ഇറങ്ങി അടിയോടെ തപ്പി മുഴുവൻ ആൾക്കാരെ പുറത്തു കൊണ്ടുവരും. ഈ അഴിമതി എന്നാണ് ജോബിൾ മാത്യു കേരളത്തിൽ തുടങ്ങിയത്? അല്ല, ഇത് എന്ന് തുടങ്ങിയെന്നുള്ള ഒരു അഴിമതി വരുമ്പോൾ ആണ് അതിൻ്റെ മൂല കാരണം, അതിൻ്റെ വേരെവിടെയാ പോകണം. അപ്പോഴാണല്ലോ ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഇത് ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് കരിമണൽ കർത്തായിക്ക് തുടങ്ങിയത്. അന്നു മുതൽ തുടങ്ങിയ ആ അഴിമതിയെ കുറിച്ച് അന്വേഷണം വരണം. ആ അന്വേഷണം വരും. അത് ആര് കട്ടെങ്കിലും അവരുടെയൊക്കെ ആരൊക്കെ എന്തെങ്കിലും കട്ടെങ്കിൽ ഉപ്പ് തിന്നോൻ വെള്ളം കുടിക്കുക തന്നെ. ഉപ്പ് തിന്നോൻ വെള്ളം കുടിക്കുക, ഒരു സംശയം വേണ്ട. ആരുപ്പ് തിന്നാലും ആ ഉപ്പ് തിന്നോർ വെള്ളം കുടിക്കേണ്ടി വരും. അഴിമതിയുമായി ബന്ധപ്പെട്ട കഥ താങ്കൾ ഇപ്പോൾ പറയുന്നു. SFIO കണ്ടെത്തിയതായിരിക്കണം താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് ആന്റണിയുടെ കാലത്താണെന്നുള്ളത് താങ്കളും പറയുന്നുണ്ട്. അപ്പോൾ ആ കാലം, ആന്റണിയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് ഓരോ സർക്കാരുകൾക്കും, ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും, ഓരോ മുഖ്യമന്ത്രിമാർക്കും ഒരു മിനിറ്റ് നൽകിയ തുക അത് ഏത് അക്കൗണ്ട് വഴി നൽകി, ആരിലൂടെയൊക്കെ നൽകി എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? ഇവിടെ ഇപ്പോൾ പിണറായി വിജയന്റെ പേരും വീണയുടെ പേരും മാത്രമേ ഉള്ളല്ലോ. പിണറായി വിജയന് എക്സാലോജിക്കിന്റെ അക്കൗണ്ട് വഴി വീണയിലൂടെ പണം കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അതിന് മുൻപുള്ളതൊക്കെ എവിടെ? അല്ല, അതിന് മുമ്പുള്ള അന്വേഷിക്കണമെന്നാ പറഞ്ഞ. അപ്പൊ ഞാനല്ലല്ലോ അന്വേഷിക്കുന്നത്, ഞാനോ അല്ലല്ല BJP അല്ലല്ലോ അന്വേഷിക്കുന്നത്. അപ്പൊ പറയും അയ്യോ അപ്പൊ കോൺഗ്രസ്സുകാരെ പിടിച്ചു അല്ലെങ്കിൽ എന്ന് പറയരുത്. അല്ല, ഇപ്പോഴുള്ള കണ്ടെത്തലിന്റെ കാര്യം റിപ്പോർട്ടായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്.
ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് അടക്കമുള്ളവർ കൊടുത്ത കേസിന്റെ ഒക്കെ അന്തിമ ഫലമായിട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് കാണട്ടെ, നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. ആ റിപ്പോർട്ട് അത് തന്നെയാണ്. ഇതിന് മുൻപുള്ള സർക്കാരുകൾ പക്ഷേ കുറ്റപത്രത്തിലുണ്ടോ? അതുണ്ടോ എന്ന് ഞാൻ കുറ്റപത്രം കണ്ടിട്ടില്ല. കുറ്റപത്രം കണ്ടാ ഞാൻ പറയാം. അല്ല, താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഏതൊക്കെ അഴിമതിയുടെ മൂലകാരണം മുതൽ കണ്ടെത്തിയെന്ന്. ഇവിടെ ആരും കണ്ടിട്ടില്ലല്ലോ. അതപ്പോൾ എവിടെ നിന്നാണെന്ന് പറയുന്നത്? അല്ല, മൂലകാരണം മുതൽ അന്വേഷിക്കണം. മൂലകാരണം എന്താണെന്ന് അന്വേഷിക്കണം, അടിയോടെ ഇളക്കണം. അതാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ചുമതല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ റിപ്പോർട്ടാണ്, അതൊന്ന് പറയൂ സുഹൃത്തെ. അത് എവിടെ നിന്നാണ് താങ്കൾ ആ കണ്ടെത്തലുകളെ ഉദ്ധരിക്കുന്നത്? അല്ല, ഞാൻ കണ്ടെത്താനായിട്ട് ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അല്ല, ഞാൻ വെറും ഒരു പാവം വക്കീലാണ്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. നിങ്ങളും അത് കണ്ടിട്ടില്ല. അല്ല, കേട്ടിട്ടില്ലാത്ത ഡേറ്റുകൾ എന്ന് പറയുന്നത് ഇത് ഇപ്പം ഒരു വസ്തുതയാണല്ലോ. CMRL 13% അവരുടെ ഓഹരി KSIDCക്ക് കൊടുത്തു. ആ കൊടുത്തതിൽ 150 കോടിയുടെ നഷ്ടം സംസ്ഥാനത്തുണ്ടായി. അതൊരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കരിമണൽ കർത്തായുമായിട്ടുള്ള ഇടപാട് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്. അതും ഒരു വസ്തുതയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് ജോൺ മത്തായി ആയിരുന്നു പ്രിൻസിപ്പൽ സെക്രട്ടറി, അതും വസ്തുതയാണ്. അതിനുശേഷം അറിഞ്ഞില്ലേ? അപ്പോൾ റദ്ദാക്കിയ കരാറിന് വേണ്ടി വീണ്ടും CMRL എല്ലാ കാലവും അന്ന് മുതൽ ഇതുവരെ ഏകദേശം 10-15 വർഷമായി ഇതുവരെ പണം കൊടുത്തു എന്നാണോ പറയുന്നത്? അന്ന് മുതൽ ഇന്ന് വരെ അത് തുടർന്നു. അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നു. എവിടെയാണ് അഴിമതി നടന്നിട്ടുള്ളതെന്ന കാര്യമൊക്കെ ജനം അധികം കാര്യം പിന്നെ ഇതുവരെ ഈ ദിവസം വരെ CMRLുമായി ബന്ധപ്പെട്ട് കരിമണൽ ഖനനത്തിന് ഈ സംസ്ഥാനത്ത് ഒരു കരാറുമില്ല. അങ്ങനെ ഒരു കരാറുമില്ലാത്ത ഒരു കമ്പനി സംസ്ഥാന സർക്കാരുകൾക്ക് ഇങ്ങനെ പണം കൊടുത്തുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത് നോബിൾ മാത്യു? കരിമണൽ കർത്താവ് ഇവിടുന്ന് കരിമണൽ കർത്തായ്ക്ക് കരാർ കൊടുത്തിട്ട് ഒരു മാസത്തിനകം റദ്ദാക്കി എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലോ. ഒരു വസ്തുത ഇപ്പോഴും അനസ്യൂതം അനവരതം ഇവിടുത്തെ കരിമണല് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി എടുക്കുന്നുണ്ട്. അതിനകത്ത് അതൊരു വസ്തുതയാണ്, ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുവഴി കേരള സംസ്ഥാനത്തിന് നിരവധിയായ കോടിക്കണക്കിന് രൂപ നഷ്ടം, അതും എല്ലാവർക്കും അറിയാവുന്ന CMRL കരിമണൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത്, അതിന് ഒത്താശ ചെയ്യുന്നത് ഏത് കമ്പനിയാണെന്ന് അറിയാമോ? IREL എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കമ്പനി. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ CMRL കരിമണൽ കടത്തുന്നതിനാണോ സംസ്ഥാന സർക്കാരുകൾക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അതിപ്പോ അതാണോ റിപ്പോർട്ട് വായിക്കാനാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ താങ്കൾ പറയുന്നു CMRL ഇവിടുത്തെ സർക്കാരിന്റെ ഒത്താശയോടുകൂടി കരിമണൽ CMRL അങ്ങനെ കരിമണൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് IREL എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കമ്പനിയിൽ നിന്നും ഇലുമിനേറ്റ് ചെയ്ത് വാങ്ങുന്ന കരിമണലാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ കമ്പനിയാണ്. അതിനെന്തിനാണ് സംസ്ഥാനത്തെ സർക്കാരുകൾക്ക് CMRL പൈസ കൊടുക്കുന്നത്? എന്ത് ലോജിക്കാണിത്? ഇപ്പം ഞാനൊരു കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനിയുടെ വക്കാലത്ത് പിടിക്കാനോ സംസ്ഥാന സർക്കാരിൻ്റെ കമ്പനിയുടെ വക്കാലത്ത് പിടിക്കാനോ ഞാനില്ല. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ നാട്ടിലെ ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഇതൊക്കെ ഞാൻ പറയട്ടെ. ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം, നിങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ രക്തത്തിന് വേണ്ടി വാദിക്കുന്നു. ഇത് പഞ്ചായത്ത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്നു. അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനു മുമ്പ് വന്ന ഉദാഹരണമൊക്കെ കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാണിച്ചു. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്തെ കാര്യമൊക്കെ. അന്ന് അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അദ്ദേഹം SFIക്കാരനായിരുന്നു. നിരവധി, ഞാനൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമായിരുന്ന കാലത്ത് എനിക്കറിയാം, നിരവധി തല്ലുകൊണ്ടിട്ടുള്ള ത്യാഗം സഹിച്ചിട്ടുള്ള SFIയുടെ നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. അദ്ദേഹത്തിനൊരു കേസ് വന്നപ്പോൾ തള്ളി പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മരണമടഞ്ഞു. അതിന് ശേഷം മരണമടഞ്ഞു. വീണ്ടും അദ്ദേഹം സെക്രട്ടറിയൊക്കെ ആകുകയും ചെയ്തു. പക്ഷേ അതേ കാര്യമാണോ? എന്ത് ത്യാഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ ഈ CPMന് വേണ്ടി ചെയ്തു. അതുപോലെ ഈ വെറുതെ ഒരു ത്യാഗവും ചെയ്യാതെ ഒരു സേവനവും ചെയ്യാതെ എന്തിനു വേണ്ടി അവർക്ക് കാശ് കൊടുത്തു? അതാണ് ഇവിടുത്തെ പ്രശ്നം. അവർക്ക് കാശ് കിട്ടിയിട്ടുള്ള കാര്യം ശരിയാണല്ലോ. ആ കിട്ടിയത് എന്തിനു വേണ്ടിയാണ്?
അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് വരുന്നു. അപ്പോൾ അപ്പോഴത്തേന് പറയുന്നത് മുഖ്യമന്ത്രിയെ കരിവാരിത്തഴിക്കാനാണ്. മുഖ്യമന്ത്രിയെ കരിവാരിത്തഴിക്കുകയല്ല ഇവിടെ ലക്ഷ്യം. ഇത് അഴിമതി പുറത്തു കൊണ്ടുവരണം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടക്കണം. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുവേണ്ടി ആരോടും പക്ഷപാതമില്ല, ആരോടും പ്രത്യേക പരിഗണനയും കാണിക്കാതെ, ആരോടും പ്രത്യേകമായിട്ട് എതിർപ്പും കാണിക്കാതെയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇവിടെ ഇപ്പം അന്വേഷണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ ഇത് കേന്ദ്ര ഏജൻസിയാണ്, എല്ലാം നരേന്ദ്രമോദി നേരിട്ടില്ല, അമിത്ഷാ നേരിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം ശരിയല്ല. അഴിമതിക്കെതിരെ ഉള്ള പോരാട്ടം ഈ നാട്ടിൽ നടക്കുന്നു. ആ പോരാട്ടം വെളിച്ചത്ത് കൊണ്ടുവരാൻ, കോടതിയിൽ കൊണ്ടുവരാനൊക്കെ പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്. ആ പൊതുപ്രവർത്തകർ വരുമ്പോൾ അവർക്കും ചില നിയമപരമായ തെറ്റുകളൊക്കെ വരുത്തും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ അഴിമതി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ചർച്ചയിലേക്ക് വീണ്ടും അഡ്വക്കേറ്റ് വസന്ത് ശ്രീയൊക്കെ, ഇത് ആന്റണിയുടെ കാലത്ത് തുടങ്ങിയ അഴിമതിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നോബൽ മാത്യു പറയുന്നത്. എന്തായാലും ഇത് കണ്ടെത്താൻ ഇപ്പോൾ SFIO വേണ്ടി വന്നു എന്നുള്ളത് കൂടിയുണ്ട്. സമയം പോയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞേക്കാം. ഒന്ന്, KSIDC എന്തിനാണ് SFIO അന്വേഷണത്തെ എതിർത്ത് കോടതിയിൽ പോയത്? KSIDC എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് കമ്പനിയാണല്ലോ. രണ്ട്, ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് എന്തുകൊണ്ടാണ് KSIDCയോട് നിങ്ങൾക്ക് 14% ഷെയറുള്ള CMRL നടന്ന അഴിമതിയെ പറ്റി നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് KSIDCയിൽ നിന്ന് VRS എടുത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന CMRLൽ പോയി കരിമണൽ കർത്തയുടെ കമ്പനിയിൽ ജോലി ചെയ്തത്? ഇനി മറ്റൊരു കാര്യം കൂടി, അങ്ങ് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഈ അഴിമതി തുടങ്ങിയത്. ഒരു കാര്യം കാണിക്കാം. ഇത് മാതൃമലയാളം എന്ന് പറയുന്ന ഒരു പത്രമാണ്. ഈ പത്രം ഒരു ഓൺലൈൻ പത്രമാണ്, പിന്നീട് കുറച്ച് അച്ചടിയൊക്കെ നടത്തി. ഈ പത്രം അധിക പ്രസിദ്ധീകരണത്തിലേക്ക് വരുന്നത് 2015-ലാണ്. അത് പിണറായി വിജയൻ ഗവൺമെന്റ് വരുന്നതിന് 1 വർഷം മുമ്പ്. ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് 100ന്റെ നിറവിലേക്ക് VS മാറും, പിണറായി മുഖ്യമന്ത്രിയാവും എന്നുള്ളതാണ്. 2015-ലെ എഴുതി. ഏത്? ഈ മാതൃമലയാളം. 2016 അവസാനമായപ്പോ ഈ പത്രം നിർത്തിപ്പോയി. ആരാണ് ഈ പത്രത്തിന്റെ MD എന്നറിയാമോ? ഈ പത്രത്തിന്റെ MDയുടെ പേര് കർത്ത എന്നാണ്. കരിമണൽ കർത്ത എന്ന കർത്ത. അതായത് പിണറായി വിജയന് വേണ്ടി PR എക്സസൈസ് ചെയ്യാൻ പത്രം തുടങ്ങിയ ആളാണ് കരിമണൽ കർത്ത. അതുകൊണ്ട് പിണറായി വിജയന് വേണ്ടി പണം കൊടുക്കും കരിമണൽ കർത്ത എന്നതിൽ സംശയമില്ല. ഒരു കാര്യം കൂടി, കമാൽ പാഷ, ഇപ്പൊ ദേവൻ രാമേന്ദ്രന്റെ കാര്യം പറഞ്ഞല്ലോ, ജസ്റ്റിസ് കമാൽ പാഷ പണ്ട് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്ന് സീസർ മാത്രമല്ല സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതനാകണം എന്ന് പറഞ്ഞതിന്റെ 6-ാം മണിക്കൂറിൽ രാജിവെച്ചൊരു മന്ത്രി ഉണ്ടായിരുന്നു സംസ്ഥാനത്ത്. ആ മന്ത്രിയുടെ പേര് KM മാണി എന്നാണ്. ആ മാണിയുടെ പാർട്ടി ഇന്ന് നിങ്ങളുടെ കൂടെയാണ്. നോക്കൂ, സീസറിന്റെ ഭാര്യ മാത്രമല്ല റിയാസിന്റെ ഭാര്യയും സംശയത്തിന് ആയിരിക്കേണ്ടത് സ്വാഭാവികമായും അവർ റിയാസിന്റെ ഭാര്യയും പിണറായി വിജയന്റെ മകളും എന്നുള്ള നിലയിൽ സംശയാതീതയായി ആകേണ്ടത് അവരുടെ ആവശ്യമാണ്. രാഷ്ട്രീയ അഗ്നിശുദ്ധി വരുത്തേണ്ടത് ആവശ്യമാണ്. ആ അഗ്നിശുദ്ധി വരുത്താൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് സത്യവുമാണ്. ശരി, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് അനിൽകുമാർ, താങ്കൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ശരി, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ M ജയചന്ദ്രൻ, അപ്പോൾ വീണ ഇവിടെ രാഷ്ട്രീയ അഗ്നിശുദ്ധി വരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് വസന്ത് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ സേവനം എന്ത് എന്നുള്ളതിന്റെ ഉത്തരമാണെന്ന് തോന്നുന്നു വസന്ത് ഇപ്പോഴും തേടുന്നത്. അസിത, വസന്ത് മുൻപ് പല ചർച്ചകളിലും ഈ പറയുന്ന മാതൃദേശം ഉയർത്തി കാണിച്ച് ഇതേ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ പങ്കെടുക്കുന്ന ചർച്ചയിൽ ഇതില് ഒറ്റ കാര്യമുള്ളൂ വസന്തെ അന്വേഷിക്കേണ്ടത്. ഈ CMRLന് എവിടുന്നാണ് കരിമണൽ കിട്ടുന്നത്? സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ചവറ, അവരാണോ CMRLന് കരിമണൽ കൊടുക്കുന്നത്? റൊട്ടൈൽ, സിന്തറ്റിക് റൊട്ടൈലാക്കി അവർ കയറ്റി അയക്കുന്നത് അല്ലല്ലോ. ഇന്ത്യൻ റയറൽസ് ലിമിറ്റഡ് ചവറ കൊല്ലം എന്ന IREL എന്ന സ്ഥാപനമാണല്ലോ CMRLന് ഈ സാധനം കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇടപാടുകൾക്ക് എന്തിനാണ് ഈ പിണറായി വിജയനെയും LDF സർക്കാരിനെയും ആവർത്തിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ പേരിൽ വസ്തുത അതല്ല എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് വസന്ത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അപമാനിക്കുന്നത് ചോദിക്കുന്നത്. ഈ IREL-ലാണ് CMRLന് കരിമണൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത നിലനിൽക്കെയാണ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KMML ഈ CMRLന് കരിമണൽ കൊടുക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഇത്തരത്തിലുള്ള വക്രീകരണങ്ങൾ, അതാണ് ഞാൻ അപമാനിക്കൽ എന്ന് പറഞ്ഞത്. അങ്ങനെ നടത്തുന്നത് എന്തിനാണ്? ഏതെങ്കിലും ഒരു പത്രത്തിൽ CMRL കർത്ത പത്രം നടത്തുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. നേരത്തെ അദ്ദേഹം കേരളകൗമുദി വാങ്ങിക്കാനായിട്ട് ഓടി നടന്ന കുറെ ഷെയറൊക്കെ വാങ്ങിച്ച ചരിത്രമൊക്കെ എനിക്കറിയാം. അത് വേറൊരു സംഗതി.
അപ്പൊ അത്തരം ചരിത്രങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. നിങ്ങൾക്ക് കൂടുതൽ പത്രപ്രവർത്തന ചരിത്രത്തിൽ പിന്നെ ഈ കേട്ടറിവല്ലാതെ ഇടപെട്ടറിവില്ല. എനിക്ക് ആ അറിവും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. കത്തയുടെ വിക്രിയകൾ അങ്ങനെയൊക്കെ പലതും നടന്നിട്ടുണ്ട്. അതല്ല വിഷയം ഇവിടെ. ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ ഈ AK ആന്റണി അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയും ഇത് തുനിഞ്ഞിട്ടില്ലല്ലോ. തുനിയാതിരിക്കാൻ കാര്യം എന്താ? അത് പിന്നീട് വന്നത് VS ഗവൺമെന്റ് ആയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പിന്നാലെ വന്നത് VS ഗവൺമെന്റ് ആണല്ലോ. VS ഗവൺമെന്റിന്റെ കാലത്തും അത് നടത്താൻ തയ്യാറായില്ല. പിന്നീട് ഉമ്മൻചാണ്ടി വീണ്ടും നടത്താൻ ശ്രമിച്ചപ്പോഴും നടന്നില്ല 2015-16. പിന്നീടാണല്ലോ പിണറായി വിജയൻ വരുന്നത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എവിടെയാണ് അനുമതി കൊടുത്തത്? ഇല്ലാത്ത അനുമതിയെ കുറിച്ചാണ് എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം SFIയുടെ അന്വേഷണം തന്നെ. ഇല്ലാത്ത കഥകളെ കുറിച്ച് മാത്രം എപ്പോഴും അന്വേഷിക്കുക. ഞാൻ ഒറ്റ കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. 5 ലക്ഷം രൂപ വീതം കൊടുക്കുന്നതാണ് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ ആദ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിലും 36 മാസമാണല്ലോ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. 36 ഗുണം 5 ലക്ഷം എത്ര വരും? 180 അല്ലേ വരുന്നത്. 1.72 വരേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അങ്ങനെയല്ല, 5 ലക്ഷം കൂടാതെ ഒരു 3 ലക്ഷം വേറെയും കൂടെ ഉണ്ട്, എക്സാലോജിക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു 3 ലക്ഷം. 5 3 8. 8 ഗുണം ഈ പറഞ്ഞ 36 എത്ര വരും? 288 വരണ്ടേ? അതും വരുന്നില്ലല്ലോ. അപ്പൊ ഇത് SFIയുടെ കണക്കിൽ തന്നെ പൊരുത്തക്കേടുണ്ട്. അടിസ്ഥാനപരമായ കണക്കിൽ തന്നെ പൊരുത്തക്കേടുണ്ട്. ഇത്തരം പൊരുത്തക്കേടുകളുടെ ഒരു കൂമ്പാരമായിട്ട് നിൽക്കുന്ന ഈ കാര്യത്തിൽ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കോടതിയിലാണല്ലോ തെളിയിക്കേണ്ടത്. അത് അവിടെ തെളിയിക്കൂ. അല്ലാതെ ഇവിടെ കിടന്ന് എന്റെ രക്തത്തിന് വേണ്ടി നിങ്ങൾ മുറവിളി കാണിച്ചാൽ അത് കിട്ടാനായിട്ട് കുറച്ച് പാടുപെടും. അനിൽകുമാറിലേക്ക് പോകുന്നു. ശ്രീ അനിൽകുമാർ, ഒരുപാട് പൊളിറ്റിക്കൽ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. താങ്കളിലേക്ക് എത്താൻ സാധിച്ചത് ഏറ്റവും അവസാന ഘട്ടത്തിൽ കൂടിയാണ്. പക്ഷേ എങ്കിലും നോക്കൂ, കാതലായ 1-2 ചോദ്യങ്ങൾ. അതിലൊന്നാമത്തേത്, ഇപ്പോൾ SFIയുടെ അന്വേഷണത്തിലൂടെ SFIക്ക് അഴിമതി അന്വേഷിക്കാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളത് ചോദ്യം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അതിപ്പോൾ യുക്തിയുള്ളവർ ചോദിക്കുക എന്നുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളൂ. BJP നിന്ന് മറുപടി കിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആ അന്വേഷണത്തിലൂടെ ആന്റണി CMRലുമായി വെച്ച കരാറിൽ മുതലുള്ള അഴിമതി കണ്ടെത്തി എന്നുള്ളതാണ് BJP നേതാവിന്റെ ഇപ്പോഴത്തെ വാദം. അതായത് ഇത് തുടർച്ചയാണെന്നും അതിന്റെ തുടർച്ചയിൽ ഏറ്റവും അവസാനം ഇതാ വീണയിലൂടെ പിണറായി വിജയൻ എന്നുള്ളതുമാണ് അവർ പറയുന്നത്. 2, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, വീണ അഗ്നിശുദ്ധി വരുത്തണമത്രേ, സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമാകണം എന്നുള്ള പണ്ടൊരു കോടതി പരാമർശം. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതും പറയുന്നു. എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വിധി വന്നിട്ടുണ്ട്. ആ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്താണ്? 9 കൊല്ലമായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ ശേഷം കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതാണ് ആ കോടതി വിധിയിലെ ഒരു കാര്യം. ഈ കേസിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഈ കേസിനകത്ത് ഒരു തെളിവ് നൽകാനുണ്ട്. ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോൾ അതിന് തെളിവ് കൃത്യമായിട്ട് ഹാജരാക്കാം. സാധാരണ ഇതിന് തെളിവുണ്ടാകാറില്ല അങ്ങനെ കാര്യങ്ങൾ. ഇവിടെ തെളിവുണ്ട്. എന്താ തെളിവ്? 2016 ഏപ്രിൽ 8 ബഹുമാനപ്പെട്ട AK ആന്റണി കൊടുത്ത ലീസ് അനുസരിച്ച് കരിമണൽ കമ്പനിക്ക് അവിടുന്ന് കരിമണൽ വാരാനുള്ള അന്തിമ സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. 2019 വരെ ആ വിധി പ്രകാരം കേരളത്തിൽ കരിമണൽ കമ്പനിക്ക് കരിമണൽ വാരാമായിരുന്നു. ചോദ്യം ഇതാണ്, സുപ്രീം കോടതി വിധിച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി അത് വാരാൻ അനുവാദം കൊടുത്തോ? ഈ ചോദ്യത്തിന് ഉത്തരം വാങ്ങിച്ചു തരാമോ ആരെങ്കിലും? 2016 മുതൽ 2019 വരെയുള്ള 3 കൊല്ലക്കാലത്ത് സുപ്രീം കോടതി വിധിയുള്ളപ്പോൾ കരിമണൽ വാരിയാൽ പിണറായി വിജയനെ ആരും ഒന്നും പറയില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന നാളിതുവരെ കരിമണൽ കമ്പനി ഒരു തരി മണൽ കേരളത്തിൽ വാരിയിട്ടില്ല. ഇത് കൂടുതൽ എന്താ അഗ്നിശുദ്ധി വരുത്തേണ്ടത്? കേരള മുഖ്യമന്ത്രി അഗ്നിശുദ്ധി വരുത്തി കഴിഞ്ഞല്ലോ. മാത്രമല്ല, സുപ്രീം കോടതി വിധിച്ചാൽ പോലും കരിമണൽ കമ്പനിക്ക് ഈ കേരളത്തിൽ നിന്ന് കരിമണൽ വാരാൻ കഴിഞ്ഞില്ല 9 കൊല്ലമായി എന്ന് പറഞ്ഞാൽ ആരുടെ അഗ്നിശുദ്ധിയാണ് തെളിയിക്കപ്പെട്ടത്? അവിടെയാണ് കൃത്യമായി ഞങ്ങൾ പറയുന്നത്, സർക്കാരിനെ ഇതുമായി ബന്ധപ്പെടുത്താനുള്ള BJPയുടെ അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന UDFൻ്റെ അന്വേഷണ ഏജൻസികളുടെ എല്ലാ തന്ത്രവും പൊളിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ വസ്തുതാപരമല്ല. SFIO കുറ്റപത്രം കൊടുത്തിട്ടില്ല. വീണ വിജയൻ പ്രതിസ്ഥാനത്തല്ല. എന്താണ് നിയമമെന്ന് മനസ്സിലാക്കാതെ കുറേ ആളുകൾ തുള്ളിക്കളിക്കുകയാണ്. എന്താണ് നിയമം? SFIOയ്ക്ക് കുറ്റപത്രം തയ്യാറാക്കാനുള്ള അധികാരമില്ല.
SFIO ആകെ ചെയ്തിരിക്കുന്നത് ഒരു കംപ്ലൈൻറ്റ് ഒരു കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ കംപ്ലൈൻറ്റിനെ കുറിച്ച് മറുപടി പറയാൻ ബന്ധപ്പെട്ട എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്ന ഘട്ടത്തിലേക്കേ കോടതി കടന്നിട്ടുള്ളൂ. നോട്ടീസ് ഇതുവരെ അയച്ചിട്ടില്ല. ആ കംപ്ലൈൻറ്റ് ശരിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. തുടർ നടപടിക്രമങ്ങളിൽ ഈ നിയമപരമായ മുഴുവൻ വാദങ്ങളും കോടതിയിലെത്തും. അവിടെയാണ് ഒരു വൈരുദ്ധ്യം ഞാൻ ചോദിക്കുന്നത്. എന്താണ് വൈരുദ്ധ്യം? ഈ കമ്പനിയുടെ ഉടമ 1-ാം പ്രതി ശ്രീ ശശിധരൻ കർത്ത, 11-ാം പ്രതി വീണ വിജയൻ. 1-ാം പ്രതിക്ക് സേവനം നൽകാതെ 11-ാം പ്രതി പറ്റിച്ചു എന്നാണല്ലോ ഇവരുടെ കേസ്. 1-ാം പ്രതിക്ക് സേവനം നൽകാതെ 11-ാം പ്രതി പറ്റിച്ചാൽ 1-ാം പ്രതി എങ്ങനെ പ്രതിയാവും? ഉടമ എങ്ങനെ പ്രതിയാവും? അവിടെയാണ് ഇന്ന് രാവിലെ ഒരു കൃത്യമായ ചോദ്യം ഞാൻ ഉയർത്തിയിട്ടുണ്ട്. മലയാള മനോരമയാണോ ചോദ്യം ഇതാണ്. മലയാള മനോരമ അതിൻ്റെ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു IT സേവന കരാറുണ്ട് മറ്റൊരു കൂട്ടരുമായി. ആ സേവന കരാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരൻ മനോരമയിൽ പറയുകയാണ് വേണ്ടത്ര പ്രതിഫലം കിട്ടിയിട്ടില്ല, സേവനം കിട്ടിയിട്ടില്ല. മനോരമയുടെ ഉടമസ്ഥൻ പ്രതിയായി മാറുന്ന ഒരു കേസെടുക്കാൻ SFIക്ക് അധികാരമുണ്ടോ? കമ്പനി ഉടമസ്ഥന്മാരെ പ്രതിയാക്കി അങ്ങനെ കേസെടുക്കാൻ SFIക്ക് അധികാരമുണ്ടോ? നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനിയുടെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അധികാരം ആ കമ്പനിയുടെ ഉടമകൾക്കുണ്ട്. ഇവിടെ രസകരമായ കാര്യം, വീണ പ്രതിഫലം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതി ആരാണ്? പ്രതി കരിമണൽ കമ്പനിയാണ്. അതെങ്ങനെ ശരിയാവും? അതിനർത്ഥം എന്താണ്? അവരെ എന്തിനാ പ്രതിപട്ടികപ്പെടുത്തിയിരിക്കുന്നത്? ഞങ്ങൾക്ക് സേവനം കിട്ടി എന്ന് ഈ കമ്പനി സത്യപ്രസ്താവന കൊടുത്തു. പിണറായി വിജയൻ്റെ മകൾ അഗ്നിശുദ്ധി തെളിയിച്ച എപ്പോഴാണെന്നറിയാമോ? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എഴുതി കൊടുത്തു. ഇന്നല്ല, 3 കൊല്ലം മുമ്പ് എഴുതി കൊടുത്ത എന്താണ്? ഞങ്ങൾക്ക് സേവനം കിട്ടി, ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തതിന് ആ കമ്പനിയുടെ ഉടമസ്ഥന്മാരെ എല്ലാം കൂടെ പ്രതിപട്ടിക ചേർത്ത് നിൽക്കാത്തൊരു കേസുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അത് ഇലക്ഷൻ്റെ പ്രൊപ്പഗണ്ടയല്ലേ? രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതല്ലേ? അതിന് കൈമണി അടിക്കാൻ സതീശനും സുധാകരനും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പോകുന്നതിന് ഞങ്ങൾക്കൊരു അത്ഭുതമില്ല കേട്ടോ. കോൺഗ്രസും BJPയും കൂടെ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഗുജറാത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഗുജറാത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി കേരളത്തിൽ വരാത്തതുകൊണ്ടാണ് ഇവരെക്കുറിച്ച് പറയാത്തത്. വരുന്ന ആദ്യ സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിക്ക് അത് പറയേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം. ശരി, മറ്റൊരു ആരോപണം ഇവിടെ BJPയുടെ പ്രതിനിധി ഉയർത്തിയത് ഇതിനോടകം തന്നെ കോടികളുടെ നഷ്ടം ഖജനാവിനുണ്ടായിട്ടുണ്ടത്രേ ഈ ഇത്തരം ഇടപാടുകളിലൂടെ. ശ്രീ അനിൽകുമാർ, ഞാൻ ഇപ്പോൾ താങ്കളിലേക്ക് മാത്രം അവസാന ഘട്ടത്തിൽ മറുപടി എടുക്കുന്നത് ഒരുപാട് ആരോപണങ്ങൾ CPM-നെതിരെ ഇവിടെ ഇതിനോടകം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനാലാണ്. അത് SFIO കൊടുത്ത കംപ്ലൈൻറ്റ് കാണുന്നില്ലല്ലോ. ഈ പറയുന്ന SFIയുടെ കംപ്ലൈൻറ്റിൽ കേരളത്തിൻ്റെ ഖജനാവിനൊരു വെള്ളി രൂപ പോയെന്ന് കാണുന്നുണ്ടോ? ഇല്ലാത്ത കാര്യമല്ല. ഇതെല്ലാം ചുമ്മാ കൂട്ടിക്കുഴച്ച് പറയുന്നതല്ലേ. എന്താ കേരള ഹൈക്കോടതി കേസിലെ വിധി എന്താണെന്ന് മനസ്സിലാക്കണം. KMML എന്ന് പറയുന്നൊരു കമ്പനിക്ക് തോട്ടപ്പള്ളിയിൽ നിന്നും സ്പില്ലേ വൃത്തിയാക്കാൻ ആവശ്യമായ ഒരു അനുവാദം കേരള സർക്കാർ കൊടുത്തു. KMML എന്ന് പറയുന്ന കമ്പനി അത് ടെൻഡർ എടുത്ത് കൈകാര്യം ചെയ്യുന്നു. അവർ ഇത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിനാണ്. അല്ലാണ്ട് KMRL എന്ന് പറയുന്ന കമ്പനിയായിട്ട് അവർക്ക് ഒരു ബന്ധമില്ല. അതിനർത്ഥം കേരള സർക്കാരും ഈ കരിമണൽ കമ്പനിയുമായി നോ ട്രാൻസാക്ഷൻ. കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നോ ട്രാൻസാക്ഷൻ. മാത്രമല്ല ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റേതാണ് ഒരു ഉത്തരവ് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അത് സ്വകാര്യ മേഖല അത് വലിയ പ്രതിഷേധം നടക്കുന്ന വിഷയം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ BJP പ്രതിനിധി അല്പം മുമ്പ് പറഞ്ഞത് നിലവിൽ ഇപ്പോഴും ഇതാ CMRL സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി ഇവിടെ നിന്ന് കരിമണൽ കടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് പച്ചക്കള്ളമല്ലേ? ആ ഹൈക്കോടതി വിധി ഒന്ന് വായിച്ചു നോക്കിയാൽ ഹൈക്കോടതി വിധിയുടെ 51-ാമത്തെ പേജൊന്നും എടുത്ത് വായിക്കുക. 51-50 പേജ്, ഞാനിപ്പോൾ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. എന്താ വിധി പറയുന്നത്? CMRL-ഉം അതുപോലെ തന്നെ IRE-യും തമ്മിലാണ് വ്യാപാര കരാർ. IRE എന്ന് പറയുന്ന മോദിയുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നാണ് CMRL ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അതിനെങ്ങനെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റുമായിട്ട് അതിന് ബന്ധം? കേരള സർക്കാരുമായിട്ട് തന്നെ ബന്ധം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തോട്ടപ്പള്ളിയിൽ നിന്ന് ഈ സ്പിൽവേയിൽ നിന്ന് മണലെടുത്ത് മാറ്റുന്നത് ഇറിഗേഷൻ വകുപ്പ്. ഇറിഗേഷൻ വകുപ്പിൻ്റെ മണൽ കൊണ്ടുപോകുന്നത് KMML എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം. ആ പൊതുമേഖലാ സ്ഥാപനം ധാതു വിഭവങ്ങൾ വാങ്ങാൻ അധികാരമുള്ള ഇന്ത്യയിലെ ഏക കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ IRE എന്ന് പറയുന്ന റെയർ എർത്ത് ലിമിറ്റഡിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റെയർ എർത്ത് ലിമിറ്റഡിൽ നിന്ന് കമ്പോള നിരക്കിൽ CMRL സാധനം വാങ്ങിച്ചാൽ അത് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് എങ്ങനെ കാശ് പോകും? ഈ ചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയാണ് കേട്ടോ.
കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് പണം പോയിട്ടില്ല എന്ന് മാത്രമല്ല, കമ്പോള നിരക്കിലാണ് ആ വ്യാപാരമെന്ന് കേരള ഹൈക്കോടതിയുടെ വിധി കല്ലച്ച് കിടപ്പില്ലേ? പിന്നെ BJP-ക്കാർ കള്ളം പറഞ്ഞാൽ കേരള ഖജനാവിൽ നിന്ന് കാശ് പോകുമോ? ഇതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. കേരള സർക്കാർ കളങ്കമറ്റ സർക്കാരാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി കളങ്കമറ്റ മുഖ്യമന്ത്രിയാണ്. ആന്റണിയെപ്പോലെ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി ഒരു സഹായവും അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇത്രയും തെളിയിച്ചൊരു കേസിനകത്താണ് കിടന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ വീണ്ടും നമ്മുടെ സ്വർണ്ണക്കടത്ത് പറഞ്ഞുകൊണ്ട് തല്ലുകൊള്ള ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് അതുകൂടി കേട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം. വസന്ത് പറയും. KSIDC എന്തിനാണ് CMRL ഷെയർ ചേർന്നത്? KSIDC CMRL നടന്ന അഴിമതികളെ പറ്റി അറിഞ്ഞോ എന്ന് ഹൈക്കോടതി എന്തിനാണ് ചോദിച്ചത്? ഉത്തരം പറയട്ടെ. ശരി വസന്ത, നീട്ടാൻ സമയം പറഞ്ഞോളൂ അനിൽകുമാർ പറയൂ. ഉത്തരം പറയട്ടെ. ആ ചോദ്യം വരുന്നത് അങ്ങനെ കൃത്യമായി ഓർഡർ പഠിച്ചിട്ട് വരണ്ടേ ഒരു ചർച്ചയ്ക്ക് വരുമ്പോ മിനിമം? ശരി വസന്ത്, അദ്ദേഹം മറുപടി പറയട്ടെ. വസന്ത്, നീട്ടല്ലേ, സമയം ഇതിനോടകം അതിക്രമിച്ചിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് ആ നുണ മുഴുവൻ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ആ നുണ അദ്ദേഹത്തിന് കൊള്ളാം, പാർട്ടി കൊള്ളാം, നമ്മുടെ അടുത്ത് പറയരുത്. ഞാനൊരു നുണയും പറഞ്ഞിട്ടില്ല. അങ്ങ് പറഞ്ഞ മുഴുവൻ ഞാൻ നിയമപരമായിട്ട് കോടതി വിധി വെച്ച വർത്താനം പറയണത്. അല്ല അനിൽകുമാർ, അതൊക്കെ നിങ്ങൾക്ക് അവസാനം പറയാമല്ലോ. നിങ്ങൾക്ക് അവസാനം പറയാമല്ലോ. നോബൽ മാത്യുവും ഞാനും എല്ലാവരും കോടതി പോകുന്നതാണ്. ഞാൻ കോടതി പോയിട്ടല്ല, ഞാൻ വിധി വായിച്ചിട്ട് വർത്താനം പറഞ്ഞു. പരശതം നുണകളാണ് പറഞ്ഞത്, പരശതം നുണകൾ. ഏതാണ് അങ്ങ് പറഞ്ഞതിൽ സത്യമുള്ളത്? ഞാൻ ചോദിച്ചല്ലോ, KSIDC എന്തിനാണ് ഒരു കാര്യത്തിൽ ഞാൻ ഷെയർ വാങ്ങിയത്? ശരി ശരി, അതിന് മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. വസന്ത്, അത് കേൾക്കൂ. പറയൂ ശ്രീ അനിൽകുമാർ, പറയൂ. ഉത്തരം പറയാം. KSIDC എന്തിനാണ് CMRL ഓഹരി എടുത്തതെന്ന് ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ മുരളി മന്ദിരത്തിൽ പോയിട്ട് കരുണാകരൻ്റെ കുഴിമാടം തപ്പണം നിങ്ങൾ. KSIDC അവിടെ ഓഹരി എടുക്കുന്ന കരുണാകരൻ്റെ കാലത്താണ്. ആദ്യം എടുത്ത് 1.5 കോടി രൂപയുടെ അഴിമതി. അങ്ങോട്ട് ചോദിക്കുക, അങ്ങോട്ട് പറയട്ടെ. ബാക്കി അറിയണമെങ്കിൽ പറയട്ടെ, പിടിച്ചോ. ബാക്കി അറിയണ പുതുപ്പള്ളി പോയി നോക്കണം. ഞാൻ പറയാവുന്ന KSIDC ചർച്ച പങ്കെടുക്കുമ്പോൾ മറുപടി കേൾക്കണം. വസന്ത് ചോദിച്ചൊരു മറുപടിയാണല്ലോ അനിൽകുമാർ പറയുന്നത്. അവസാന ഘട്ടത്തിലാണ് വന്നത്. അദ്ദേഹത്തെ കേൾക്കൂ വസന്ത്, ഒരു മിനിറ്റ് ദയവായി, എനിക്ക് ഇനിയും സമയമില്ല. അനിൽകുമാർ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പറ്റി അദ്ദേഹത്തിന് വായിക്കോന്നെന്ന് പറഞ്ഞാൽ കേട്ടിരിക്കാൻ പറ്റില്ല. സഭ്യമായി ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ എനിക്കും പറ്റും, ഇല്ലെങ്കിൽ ഇടപെട്ട് തന്നെ പോകും. ശരി, അനിൽകുമാർ പറയൂ. അദ്ദേഹം കുഴിമാടം തോണ്ടാൻ അത് തന്നെയാണ് പറയുന്നത്. KSIDC അതാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുൻ നേതാക്കന്മാരുടെ കുഴിമാടം തോന്നുന്ന പണിയാണ് കാണിക്കുന്നത്. അതിന് കാരണം എന്താണ്? KSIDC നാളിതുവരെ LDF സർക്കാർ അധികാരത്തിലിരിക്കും. ഞാനൊന്ന് പറയട്ടെ സാർ, ഞാൻ പറയട്ടെ സാർ. KSIDC എന്റെ അവതാരകം ഒന്ന് ഇടപെട്ട് ഇത് മ്യൂട്ട് ചെയ്തതാ. എനിക്കൊന്ന് പറയണം, എനിക്കൊന്ന് പറയണം. ഇത് ഈ കളവ് മറുപടി പറയണ്ടേ? എനിക്ക് പറയണം, അല്ലല്ല, ഇടപെട്ടാ ഞാൻ സംസാരിക്കില്ല. എനിക്ക് ഇടപെടരുത്. ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. KSIDC ഒരു തവണയെങ്കിലും LDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ CMRL പണം നിക്ഷേപിച്ചിട്ടുണ്ടോ? ഓഹരി വാങ്ങിയിട്ടുണ്ടോ? ഞാൻ ആധികാരികമായിട്ട് ഈ ചാനൽ ചർച്ച പറയുന്നു. CMRL 3 തവണ ഓഹരി എടുത്തത് UDF കേരളം ഭരിക്കുമ്പോഴാണ്. അത് ആദ്യം കരുണാകരൻ, പിന്നീട് ആന്റണി, പിന്നീട് ഉമ്മൻചാണ്ടി. ഇനി CMRL അനുകൂലമായി ഈ കേരളത്തിനകത്ത് അനുകൂലമായ നടപടി സ്വീകരിച്ച ഏക മുഖ്യമന്ത്രിയുടെ പേര് AK ആന്റണി എന്നാണ്. ഇനി ബാക്കിയൂടെ പിടിച്ചോ. ആ CMRL കമ്പനിയിൽ പണം കൊണ്ടുപോയ വ്യവസായ മന്ത്രിയുടെ പേരാരാണ്? കുഞ്ഞാലിക്കുട്ടി. അവിടുന്ന് കള്ളപ്പണം എണ്ണിക്കൊണ്ടുപോയ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. അവിടുന്ന് കള്ളപ്പണം കൊണ്ടുപോയ KPCC പ്രസിഡന്റിന്റെ പേരാണ് ചെന്നിത്തല. ഇതൊക്കെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കടലാസിൽ കിടക്കുന്നത്. ആ കടലാസിൽ തടി പോലെ കിടക്കുന്നതെല്ലാം ഞങ്ങൾക്ക് തടി പോലെ കിടക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ആഭരണമാണ്, ഞങ്ങൾക്ക് സ്വർണ്ണാഭരണമാണ്. BJP-ക്കാർ എഴുതി വെച്ച ഈ കടലാസെല്ലാം ഞങ്ങൾക്ക് സ്വർണ്ണാഭരണമാണ്. ഞാൻ പറയണ കേൾക്കൂ. അങ്ങോട്ട് പിടിക്കുക. അതായത് ആ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയ ആളുടെ പേരാണ് വീണ തൈക്കണ്ടി. ആ വീണ തൈക്കണ്ടി പിടിച്ച പണം കൊണ്ട് ഇലക്ഷനിൽ ജയിച്ച ആളുടെ പേരാണ് മുഹമ്മദ് റിയാസ്.
ഭയന്ന് ഈ CMRL പൈസ കൊടുക്കാൻ വേണ്ടി ഇടനില നിൽക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ. ശരി ശരി വസന്ത്, ആക്ഷേപം കഴിഞ്ഞല്ലോ. വസന്തിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, എനിക്ക് സമയമില്ല. അനിൽകുമാർ അതിന് കൂടി. ഇത് ഒരു ചർച്ച പങ്കെടുക്കുന്നയാൾ വ്യക്തികളെ അപമാനിക്കുകയാണ്. എന്താണ് മുഹമ്മദ് റിയാസിൻ്റെ പേരെങ്ങനെ ഇവിടെ വന്നത്? എനിക്ക് തീരെ മനസ്സിലായില്ല. മുഹമ്മദ് റിയാസിൻ്റെ കല്യാണം നടക്കുമ്പോൾ തലവെട്ടിയിട്ട് കള്ളക്കടത്തുകാരിയുടെ തടവച്ച വിവരന്മാരല്ലേ ഇവന്മാർ? അവരല്ലേ ഈ ചാനൽ ചർച്ചയിൽ ഈ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ കൃത്യമായിട്ട് പറയുന്നു, CMRL കമ്പനിയിൽ നിന്ന് കള്ളപ്പണം കൊണ്ടുപോയത് ആരാണ്? പണം കൊണ്ടുപോയെന്ന് ചെന്നിത്തല സമ്മതിച്ചു. കേരളത്തിലെ LDF സർക്കാർ സഹായം ചെയ്തതിന് പ്രത്യുപകാരമാണോ ചെന്നിത്തലയ്ക്ക് പണം കിട്ടിയത്? ഈ വാദം ഇതിന് മുൻപ് ഒരു തവണ ഉയർന്നു വന്നിരുന്നു. ഇടപെടുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ കുറിച്ച്. അതായത് ആ പേരുകളിൽ രമേശ് ചെന്നിത്തല അത് വാങ്ങിയെന്ന് പറഞ്ഞ ആളാണ്, മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. അപ്പോൾ അതിലേക്ക് അന്വേഷണം പോകാതിരിക്കുകയും വീണയിലേക്ക് മാത്രം ചുരുങ്ങുകയും രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് പ്രതിനിധി അതിൽ പറഞ്ഞ മറുപടി, കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ, ആ പേരുകൾക്കെതിരെ DYFI പരാതി കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിന് കൃത്യമായ മറുപടി പറയാം. ഇൻകം ടാക്സ് നിയമം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ 245I എന്നൊരു വകുപ്പുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാൻ അദ്ദേഹത്തോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്താ അതിൽ പറയുന്നത്? ഇൻട്രി സെറ്റിൽമെൻറ്റ് ബോർഡ് ഏതെങ്കിലും ഒരു കേസിനകത്ത് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയാൽ, തീർപ്പുണ്ടാക്കിയാൽ, ആ സെറ്റിൽമെൻറ്റ് ഇന്ത്യയിലെ ഒരു നീതിന്യായ സംവിധാനത്തിലും ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഇതിനർത്ഥം എന്താണ്? ഉമ്മൻചാണ്ടി കൊണ്ടുപോയ കള്ളപ്പണം സംബന്ധിച്ച്, ചെന്നിത്തല കൊണ്ടുപോയ കള്ളപ്പണം സംബന്ധിച്ച്, കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോയ കള്ളപ്പണം സംബന്ധിച്ച് നിർമ്മലാ സീതാരാമൻ്റെ ഇൻ്റർനെറ്റ് സെറ്റിൽമെൻറ്റ് ബോർഡ് തീർപ്പാക്കി ഇവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. അതോടുകൂടി ആ വിഷയം തീർന്നിരിക്കുന്നു. അതുകൊണ്ട് കള്ളപ്പണം സംബന്ധിച്ച് ഞങ്ങളുടെ പേര് കേസ് നിൽക്കത്തില്ല എന്നാണ് CMRL ഡൽഹി ഹൈക്കോടതി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ED ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റാത്തതിന് കാരണം വീണാ വിജയൻ്റെ കാര്യത്തിലല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ എക്സാലോജിക് കമ്പനി ബാംഗ്ലൂരിൽ കൊടുത്തിട്ടുള്ള ഹൈക്കോടതിയിലെ കേസിനകത്ത് എന്താ അവർ പറഞ്ഞതെന്നറിയാമോ? വീണാ വിജയനെ കുറിച്ചല്ല അന്വേഷിക്കുന്നത്, അത് അക്കൗണ്ടിലെ പണത്തിൻ്റെ കാര്യമാണ്. മറ്റതാണ് കള്ളപ്പണം, അതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ സീരിയസ് റോഡ് ഉണ്ടാക്കി അന്വേഷിക്കുന്നത്. ഇതെല്ലാം മാറ്റി മറിച്ചും പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയെ ഒളിച്ചും പാത്തും ഇപ്പോൾ SFIO കൊണ്ടുവന്നൊരു കടലാസ് ഇവിടെ കൊടുത്തിട്ട് ഓടിയിരിക്കുകയാണ്. ഞങ്ങൾ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നു. നിയമ സംവിധാനത്തിന് മുന്നിൽ SFIO ഉത്തരം പറയേണ്ടി വരും. SFIO ഉദ്യോഗസ്ഥന്മാർ ഉത്തരം പറയേണ്ടി വരും. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, വീണാ വിജയൻ പ്രതിയല്ല ഇപ്പോൾ. 2, വീണാ വിജയൻ അറസ്റ്റ് ചെയ്യാൻ SFIOയ്ക്ക് ഇപ്പോൾ അധികാരമില്ല. ഇതൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് മാത്രമാണ്. 3, ഒരു സ്വകാര്യ അന്യായത്തിൻ്റെ പേരിലുള്ള കേസിൻ്റെ മേലെ ED വരും എന്ന് കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, BJPക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. EDക്കും വരാൻ അധികാരമില്ല. നിയമയുദ്ധം തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ യുദ്ധം, സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഖുറാൻ കടത്ത് മുതൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം തുടരും. അതുകൊണ്ട് തികഞ്ഞ പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. ഇതിന്റെ മേലെ UDF കെട്ടിപ്പൊക്കുന്ന നുണകളെ, BJP കെട്ടിപ്പൊക്കുന്ന നുണകളെ പൊളിച്ചെടുക്കും. ഒന്നും സ്വീകരിക്കാനുള്ള അധികാരമില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടേക്ക് വീണ്ടും കേന്ദ്രത്തിന്റെ ഒത്താശയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ടുവരിക, അവിടെയാണ് EDയുടെ റോൾ വരുന്നത്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് അന്യായം എന്നതിൽ നിന്ന് മാറി വലിയൊരു അഴിമതിയുടെ കുരുക്ക് ഇതിലേക്കുണ്ട്, അഴിമതിയുടെ കഥയുണ്ട് എന്നുള്ളത് കൂടി ലിങ്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ BJP പ്രതിനിധിയുടെ വാദം കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വലിയ അഴിമതി ഇവിടെ നടന്നിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ കോടികളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. ശ്രീ അനിൽകുമാർ. അതെ, പത്രക്കടലാസ് കോടതി തെളിവായിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പത്രത്തിൽ വാർത്ത വന്നുകൊണ്ടിരിക്കും. കോടതിക്ക് നിയമപ്രകാരം പ്രവർത്തിക്കാൻ പറ്റൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, കുറ്റപത്രം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൂടി ഞാൻ ചോദിക്കുന്നു, കുറ്റപത്രം, ചാർജ് ഷീറ്റ് എന്നൊരു വാക്ക് കടലാസ കാണിക്കാമോ? ഒള്ളി എ പ്ലെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അന്യായം. അതായത് ഒരു SFIയുടെ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഇതിൽ ഞാനൊരു പരാതിയായിട്ട് കോടതി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കോടതി അത് കേട്ടിട്ട് നോട്ടീസ് അയക്കണോ വേണ്ടോ എന്ന് ഇപ്പോൾ ആലോചിക്കും. നോട്ടീസ് അയച്ചാൽ ഇവരുണ്ടാക്കുന്ന കെട്ടുകഥയാണെന്ന് ഇവർക്ക് മറുപടി കൊടുക്കാൻ 1000 വകുപ്പുണ്ട്. കെട്ടുകഥ ആദ്യത്തെ ഘട്ടത്തിൽ വിചാരണ യോഗ്യമല്ലെന്ന് പറഞ്ഞ് പൊളിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 372 കോടി രൂപയുടെ അഴിമതി ആരോപണം കേട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് 1.72 ഇപ്പോൾ ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നാണമില്ലേ ഇവർക്ക്? നിങ്ങളുടെ 372 കോടി എന്തായി? ഈ മൻമോഹൻ സിംഗ് കേന്ദ്രം ഭരിക്കുമ്പോൾ എടുത്ത കേസാണ് ചവറ്റുകൊട്ട കിടക്കുന്നത്.
അത് ചവറ്റുകൊട്ടയിലെറിഞ്ഞ നിയമ പോരാട്ടത്തിൻ്റെ കരുത്താർന്ന പോരാട്ടം വരുന്ന നാളുകൾ നമ്മൾ കാണാൻ പോവാണ്. രാഷ്ട്രീയ പോരാട്ടം കാണാൻ പോവാണ്. തലകുനിക്കാൻ പോകുന്നില്ല. തലകുനിക്കേണ്ട ഒരു ഗതിറ്റും LDF ചെയ്തിട്ടില്ല എന്ന് കൃത്യമാണ്. ശരി ശരി, വളരെ നന്ദി. അഡ്വക്കേറ്റ് അനിൽകുമാർ, വസന്ത് ശ്രീയക്ക, നോബിൾ മാത്യു, M ജയചന്ദ്രൻ ചർച്ചയിൽ പങ്കുചേർന്നതിന്. അനിൽകുമാർ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കാണ് അദ്ദേഹത്തിലേക്ക് എത്താൻ സാധിച്ചത്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. എന്തായാലും വളരെ നന്ദി അതിഥികൾക്ക്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.